എല്ലാവർക്കും നമസ്കാരം. ഭഗവാന്റെ പാതാര ബിന്ദുകളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശാഖയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം ബഹുമാന്യനായ ശ്രീ വി സാബു വടക്കത്ത്, നല്ല രീതിയിലൂടെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി ശാഖയുടെ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ശ്രീമതി മീര സജീവനോട്, ഇവിടെ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന ബഹുമാന്യമായിട്ടുള്ള ശാഖയുടെ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ശ്രീമതി ഓമന രഘുനാഥ്, പ്രിയപ്പെട്ട ശാഖയുടെ സെക്രട്ടറി ശ്രീ സൈൻജു, അതുപോലെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ അനിയച്ചന്, ബഹുമാന്യമായിട്ടുള്ള യൂണിയൻ്റെ കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട സാബൂടി ഇല്ലിക്കളം, മറ്റ് ശാഖയുടെ ബഹുമാന്യരായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, പോഷക സംഘടനയുടെ ഭാരവാഹികളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പേടിച്ചാലോട്ട് വന്നിരിക്കുന്നത്, എനിക്ക് ഈ ആനയെ നമ്മൾ സാധാരണ ഉത്സവത്തിന് ചെല്ലുമ്പോഴേ ആനയെ എവിടെയെങ്കിലും കൊണ്ട് തളച്ചു കഴിയുമ്പോൾ ഈ പാപ്പാൻ ആനയുടെ മേത്തൊരു തോട്ടുചാരി വെക്കും. കാരണം തോട്ട് താഴ്ത്തു വീണ ആന തല്ല് വാങ്ങും. ഇത് ആനക്കറിയാം. അതുകൊണ്ട് ആന ഉടനെ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആന അത് തോട്ടി വീഴാതിരിക്കാനായിട്ട് ശ്രമിക്കും. ഇതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട സെക്രട്ടറി എൻ്റെ മേത്തൊരു തോട്ട് ചാരിയിട്ടുണ്ട്. അത് കാരണം ഈ സെക്രട്ടറിനെ പേടിച്ചിട്ട് വേണം എനിക്ക് സംസാരിക്കാനായിട്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പറയണമെന്നും എന്തൊക്കെ പറയരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എൻ്റെ ട്യൂണിൽ പറയാൻ പറ്റത്തില്ല. എൻ്റെ ട്യൂണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവർക്ക് പിടിക്കത്തില്ല. അപ്പൊ നിങ്ങളുടെ ട്യൂണിലാണ് ഞാൻ പറയുന്നത്. അതിൽ എന്നോടൊന്നും തോന്നണ്ട. അപ്പൊ നമ്മുടെ സ്വാഗത പ്രാസംഗിക പറഞ്ഞല്ലോ, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം നിലമ്പൂരിൽ നടന്ന SNDP യോഗത്തിന്റെ ഒരു പരിപാടിയിൽ ആ മലപ്പുറം ജില്ലയില് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏതാണ്ട് 7.5 പതിറ്റാണ്ടോട് അടുക്കുമ്പോൾ ആ മലപ്പുറം ജില്ലയിൽ ജനസംഖ്യാനുപാതികമായിട്ട് നമുക്ക് ലഭിക്കേണ്ട സാമൂഹ്യ നീതി ലഭിച്ചിട്ടില്ല എന്ന് നമ്മുടെ ഒരു യോഗത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് മതേതരത്വം പറയുന്ന ആളുകള്, മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചിട്ടാണ് അവർ മതേതരത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മതേതരത്വം പറയുന്ന ആ മതമേലധ്യക്ഷന്മാരെ അനുസരിക്കുന്ന അവര് പറയുകയാണ് യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വർഗീയ വിഷം ചീറ്റുകയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിന് അല്ലെങ്കിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 നമുക്കറിയാം. 947 ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോ ഈ വെളുത്ത സാഹിബിന്റെ കയ്യിൽ നിന്നും കറുത്ത സാഹിബിലോട്ട് അധികാരം കിട്ടിയെന്നല്ലാതെ കണ്ട് കോരൻ ഇപ്പോഴും കുമ്പിളിലാണ് കഞ്ഞി. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ മലപ്പുറത്ത് നമ്മൾ പഠിക്കണം. ഇവിടെ വലിയ മതേതരത്വം പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ നെടുങ്ങായത്വം വഹിക്കുന്ന നാടാണിത്. ആ നാട്ടിലൊക്കെ അവർ പറയുന്നത് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ മതേതരത്വത്തിന്റെ ആ ഡാം പൊട്ടിപ്പോകും എന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളം ഉണ്ടായിട്ട് ഭാരതം ഉണ്ടായിട്ട് ഇന്ന് വരെയും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിമാരെ പ്രഖ്യാപിക്കുന്നതും മന്ത്രിമാരെ നിശ്ചയിക്കുന്നതും ഒക്കെ അവിടുത്തെ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ ആ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പോലും അറിയാതെ കണ്ട് വാണക്കാട്ടിൽ നിന്നുകൊണ്ട് 4ാം മന്ത്രിനെ പ്രഖ്യാപിച്ചായിരുന്നല്ലോ. മറന്നുപോയോ ഇതൊക്കെ? 4ാമത്തെ മന്ത്രിയെ പാണക്കാട്ട് തങ്ങളുടെ പ്രഖ്യാപിച്ചായിരുന്നു. എന്നിട്ട് മലയാളത്തൊന്നും തകർന്നില്ലായിരുന്നല്ലോ. ആ 4ാം മന്ത്രിനെ കൊടുത്തിട്ടല്ലേ ഉമ്മൻചാണ്ടിനെ കൊണ്ട് അവർ ഭരിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മള് കാശില്ലാത്തവൻ ചായക്കടയിൽ ചെന്ന് കഴിഞ്ഞ് ബിരിയാണി തിന്നിട്ട് പോകണം, അവന്റെ പാത്രത്തിട്ട് നോക്കി അവൻ തിന്നിട്ട് പോയി. കാലിച്ചായ കുടിക്കാൻ ചെന്നവന്റെ ഗതികേട് കൊണ്ട് ആ തിന്നിട്ടും പോയ പാത്രത്തേട്ട് നോക്കിപ്പോയാൽ കണ്ണുകുത്തി പൊട്ടിക്കുമെന്നാണ് ഈ പറഞ്ഞു വന്നത്. നമുക്ക് തരികയില്ല, നമ്മൾ പറയാനും പാടില്ല. നടക്കല്ലേ ഇരിക്കല്ലേ എന്നാണ് പറയുന്നത്. കേൾക്കുമ്പോ എന്ത് തോന്നും? നടക്കാനും പാടില്ല ഇരിക്കാനും പാടില്ല എന്നാണ് അവർ ഉദ്ദേശിച്ചത്. നമ്മൾ കേൾക്കണത് എന്താണ്? നടക്കല്ലേ ഇരിക്കല്ലേ എന്ന്. മനസ്സിലായ? ഇനി എന്നും നമ്മൾ നന്നാകാനാണ്. കാരണം സംഘടന എന്ന് പറഞ്ഞൊരു വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കാൻ പറയുന്നത് എനിക്ക് സംഘടനയെ കുറിച്ച് സംസാരിക്കണമല്ലോ. ഈ സംഘടന ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്നാണ് ഈ സംഘടന ഉണ്ടാക്കിയത്? നമ്മൾ 1903 SNDP യോഗം രൂപീകൃതമാകുമ്പോ ഇന്ന് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉം CPI-യും കേരള കോൺഗ്രസും എന്ന് വേണ്ട
ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുന്ന 63 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്നുണ്ട് ഇവിടെ. ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ രൂപീകരിച്ച ആളുകളുടെ അച്ഛൻ ജനിക്കുന്നതിന് മുമ്പാണ് SNDP യോഗം ഉണ്ടാകുന്നത്. ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുടെ അച്ഛൻ ജനിച്ചിട്ടില്ലെന്ന്. കാരണം 903 SNDP യോഗം രൂപീകൃതമാകുമ്പോൾ കേരളമില്ല, കേരള സംസ്ഥാനമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഉള്ളത് എന്താണ്? തിരുവിതാംകൂറും കൊച്ചിയും ബ്രിട്ടീഷ് മലബാറുമാണ് ഉള്ളത്. അപ്പൊ 903 രൂപീകരിക്കുമ്പോൾ ഞാനിത് പറയുന്നത്, നമ്മുടെ സഹോദരന്മാർ വിവിധമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞിട്ട് തോന്നുന്നു തെറ്റാണെങ്കിൽ സൈജിയോടെ വിളിച്ച് എന്റെ ഫോൺ നമ്പറിൽ നിങ്ങൾ എന്നെ വിളിക്കണം. നിങ്ങൾ അവിടെ ഒന്ന് പറഞ്ഞിട്ട് പോയ തെറ്റാണെന്ന് പറയണം. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മൾ അറിവും തിരിച്ചറിവും വേണം. നിങ്ങളോട് ഞാൻ പറയുന്നത്, SNDP യോഗം രൂപീകൃതമാകുമ്പോൾ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം CPIM ആണ് നേതൃത്വം കൊടുക്കുന്നത്. അതൊക്കെ മുമ്പ് അവരുടെ മാതൃസംഘടനയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നായിരുന്നു. അപ്പോ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ മഹാസമാധി പ്രാപിക്കുന്ന 1928 മഹാസമാധി പ്രാപിക്കുന്നത്. അപ്പൊ 1928 കഴിഞ്ഞ് 11 കൊല്ലം കഴിഞ്ഞിട്ടാണ് 1939 NC ശേഖർ, D ദാമോദരൻ, EMS, B കൃഷ്ണപിള്ള എന്നീ 4 പേര് ഇന്ന് മാവോയിസ്റ്റുകളൊക്കെ യോഗം ചേരുന്ന പോലെ പിണറായി എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് രഹസ്യമായിട്ട് ഒരു മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിന്റെ ചെവിക്ക് ചെവി സംസാരിച്ചതിനാണ് ഉണ്ടായെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടാണ് അവര് ഒരു പാർട്ടിയായിട്ട് വരുന്നത്. ഓർത്തോളണം. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാര്യം പറയണ്ട. കാര്യം കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തും കോൺഗ്രസിലൂടെ ഇവിടെ സ്വാതന്ത്ര്യം ലഭിക്കില്ലായിരുന്നു. എന്താ കാര്യം എന്നറിയാവോ? കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ 85% ആളുകൾക്ക് ഇവിടെ സ്വാതന്ത്ര്യം വേണ്ടായിരുന്നു. നിങ്ങൾ കാണുന്ന കള്ളക്കഥയൊന്നും അല്ല ശരിക്കുള്ള കഥ. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗുരു തന്നെ ഒരിക്കൽ പറയുകയുണ്ടായില്ലേ, സായിപ്പന്മാരാണെങ്കിലും ബ്രിട്ടീഷുകാരാണ് നമുക്ക് സന്യാസം തന്നതെന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ വഴി നടക്കാനും തുള്ളിക്കാനും പേരിടാനും പെരകെട്ടാനും സ്വാതന്ത്ര്യമില്ലാത്ത നമുക്ക് ഡൽഹി ആര് വധിച്ചാൽ നമുക്കെന്താണെന്ന്? നമുക്ക് വഴി നടക്കാൻ പാടില്ല, തുണിയെടുക്കാൻ പാടില്ല, പെരകെട്ടാൻ പാടില്ല, പേരിടാൻ പാടില്ല. ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരാണ്. അവിടെ വെളുത്ത സാഹിബ് ഭരിച്ചു കഴിഞ്ഞാലും കറുത്ത സാഹിബ് ഭരിച്ചാലും നമുക്കെന്താണെന്ന്? അപ്പോ അതിന് പിന്നെ സ്വാതന്ത്ര്യ സമരമായിട്ട് അന്ന് അവിടെ സ്വാതന്ത്ര്യ സമരത്തിന് നേരിട്ട് നേതൃത്വം കൊടുത്തതേ മഹാത്മാഗാന്ധിജിക്ക് ചുമ്മാ നേതൃത്വം കൊടുത്തതല്ലേ ഇവിടെ ഒന്ന്. എന്താ കാര്യം? അദ്ദേഹം പ്രിട്ടോറിയ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയില് ഒരു ബാരിസ്റ്റർ ആയിരുന്നു അദ്ദേഹം, വക്കീല്. അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹം ഇവിടുത്തെ ബ്രാഹ്മണനല്ല, ആ ബ്രാഹ്മണന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളാണ്. ഒക്കെ ജാതീയമായിട്ട് മറ്റേ കൗമീനം ധരിച്ച് മടക്കിക്കുത്താതെ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോണ ആളുകൾപ്പെട്ട ആളുകളാണ്. അപ്പൊ പുള്ളി ഇവിടുത്തെ വലിയ ആളായ കാരണം പുള്ളി അവിടെ ചെന്നിട്ട് ഈ പ്രിട്ടോറിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പറഞ്ഞ ദക്ഷിണാഫ്രിക്കയിൽ ചെന്നിട്ട് അവിടെ കടുത്ത ജാതി വിവേചനമുള്ള സ്ഥലമാണ്. അവിടെ വെളുത്ത ആളുകൾക്ക് കയറേണ്ട കമ്പാർട്ട്മെന്റിൽ, ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിൽ ഇങ്ങേരി കയറുന്നത്. ഇങ്ങേരി ഇവിടുത്തെ വലിയ പുലിയല്ലേ, മറ്റേ 3 സ്യൂട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ട് തന്നെ. നമ്മൾ കാണുന്ന ഗാന്ധിയൊന്നും അല്ലാണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ കാണുന്നത്, നമ്മുടെ മനസ്സിലുള്ള ഗാന്ധി എന്ന് പറഞ്ഞ ഒരു ഫക്കീറായിട്ടുള്ള, ഒരു മേൽവസ്ത്രം അണിയാതെ കണ്ട് ഒരു പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിച്ച വടിയും കുത്തി നടക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം അങ്ങനെയല്ലായിരുന്നു. നല്ല സുന്ദരനായിട്ട് 3 സ്യൂട്ടൊക്കെ അണിച്ച് സായിപ്പിനെ തോപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം അവിടെ നടക്കുന്നത്. സായിപ്പ് കയറിന്റെ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോഴേ അവര് നല്ല തൊഴി കൊടുത്തു, വലിച്ച് പുറത്തോട്ടിറങ്ങി, ഒരു അടിയും കരണത്തിൽ കൊടുത്ത് പല്ലും പോയി. അതുകൊണ്ടാണ് നമ്മൾ തല്ലിയിട്ടല്ല പല്ലൊക്കെ പോയത് അവിടെ നിന്ന്. അങ്ങനെ തല്ല് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ബോധോദയം ഉണ്ടായി. എന്തുണ്ടായി? എടാ, ഇത് തന്നെയല്ലേ എന്റെ നാട്ടിൽ നടക്കണം. ഈ ഗാന്ധിജി ഒന്നും ചെയ്തിട്ടല്ല തല്ല് കിട്ടിയത്. ഈ ജാതി ഭ്രാന്താണ് അവിടെ ഉള്ളത്, വെളുത്തവനും കറുത്തവനും തമ്മിൽ. നമുക്കറിയാലോ നെൽസൺ മണ്ടേലയുടെ നാട്ടുകാരുടെ കാര്യമെന്ന് പറഞ്ഞത്. അങ്ങനെ തല്ല് കിട്ടി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഐൻസ്റ്റീന്റെ തലയിൽ ആപ്പിൾ വീണ് കഴിഞ്ഞപ്പോൾ ആപേക്ഷിക സിദ്ധാന്തം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ പോലെ അവിടുന്ന് തല്ല് കിട്ടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്റെ നാട്ടിൽ ഇത് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഈ നാട്ടിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത്. നേതൃത്വം കൊടുത്തതല്ല, കൊടുക്കാൻ നിർബന്ധിതനായി. അറിയാലോ, അദ്ദേഹം ശിവഗിരി വന്ന് സ്വാമി തൃപ്പാദങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴും അദ്ദേഹം ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളെ ന്യായീകരിച്ചുകൊണ്ടാണ് വർത്തമാനം പറഞ്ഞത്. ഇതൊക്കെ ഇവിടെ വന്ന് ഒരുപാട് പ്രാസംഗികന്മാര് പറഞ്ഞിട്ടുള്ളതാണ്. ഭഗവാൻ ഗുരുവിന്റെ നേരെ അദ്ദേഹം വിരൽ ചൂണ്ടിയിട്ട് മാവ് ചൂണ്ടിക്കാണിച്ച മാവിലകൾ തമ്മിലുള്ള വൈരൂപ്യങ്ങൾ അല്ലെങ്കിൽ അന്തരങ്ങള് ഗുരുവിനോട് പറഞ്ഞപ്പോ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞായിരുന്നു, അതെല്ലാം അരച്ചെടുത്തില്ല, പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ രസമൊന്നല്ലേ എന്ന് ചോദിച്ചു. അല്ലേ? നമുക്കറിയാവുന്ന കഥയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മാനസാന്തരം വന്നത്. അദ്ദേഹത്തിന് മാനസാന്തരം വരാനുള്ള മറ്റൊരു കാരണം, കാക്കനാട കോൺഗ്രസ് നടക്കുമ്പോൾ ഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യനായിട്ടുള്ള TK മാധവൻ ഗുരുവായിട്ട് സംബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ
ഈ പറഞ്ഞ ഭൂരിപക്ഷം വരുന്ന 80-90% വരുന്ന അവരുടെ പിന്തുണ വേണം നമുക്ക്. ഇപ്പൊ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവരുന്ന ആരാണ്? ചാച്ചാ നെഹ്റു ആണ്. നെഹ്റുവിന്റെ കഥയൊക്കെ ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാലോ. നെഹ്റു സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് വരുമ്പോ 4 ഗേറ്റ് ഉണ്ട് ആ സ്കൂളിന്. 4 ഗേറ്റിലും കാറ് വന്ന് നിൽക്കും. എന്തിനാണെന്നറിയോ? നെഹ്റുവിനെ കൊണ്ടുപോകാൻ. കാരണം നെഹ്റു ഏത് ഗേറ്റിന്റെ അവിടെ വന്നു കഴിഞ്ഞാലും ആ ഗേറ്റിന്റെ അവിടെയുള്ള കാറെ കയറി പോകാൻ. ബാക്കി 3 കാറ് കാര്യമാണ് പോകുന്നത്. അങ്ങനത്തെ വലിയ മോട്ടിലാൽ നെഹ്റുവിന്റെ വലിയ അതിസമ്പന്നനായ മകനാണ് അദ്ദേഹം. ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കുന്ന രീതിയിലാണ് ജീവിതം ജീവിക്കുന്നത്. അവർക്കൊന്നും ഇവിടെ കാര്യം വരുത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്നേ. അപ്പോൾ നമ്മൾ പറയുന്നത്, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല, പറഞ്ഞു വന്നാൽ അതിലോട്ട് ഒരുപാട് പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ നടക്കുന്ന സംഭവത്തിൽ നമ്മൾ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. SNDP യോഗം ഉണ്ടാക്കുമ്പോൾ പിന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ കാര്യമൊന്നും പറയേണ്ട കാര്യം ഇല്ലല്ലോ, അതങ്ങനെ പൊക്കോട്ടെ. പക്ഷെ 903 SNDP യോഗം ഉണ്ടാക്കുമ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് SNDP യോഗം ഉണ്ടാക്കിയത്. ബൈലോന്ന് എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇവരാരും ഈ അന്തന ആനയെ കണ്ട പോലെ ഈ മുസ്ലിംകാരൻ പറയുന്ന നല്ല കാര്യം. നമ്മുടെ ആപ്തവാക്യം തന്നെ എന്താണ്? നമ്മുടെ ശരിക്കുള്ള ആപ്തവാക്യം എന്താണ്? ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനത്തെ സംസ്ഥാപനം ചെയ്യാനാണ് SNDP യോഗം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എന്താണ്? നമ്മളെ ഒരു ജാതിയല്ല, ഒരു സമുദായമാണ്. ജാതി വേറെ, സമുദായം വേറെ. ഒരു സമുദായത്തിൽ നമ്മൾ ജനിക്കുമ്പോൾ ആ സമുദായത്തിന്റെ ഹൃദയം ചെയ്യട്ടെ. ഇപ്പൊ ശ്രീകൃഷ്ണൻ തായേ യശോദ എന്ന് പറഞ്ഞൊരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ആയർ കുലത്തിൽ വന്ന മായൻ ഗോപാലകൃഷ്ണൻ ചെയ്യും ജാലത്തെ കേളടിതായ എന്ന് പറഞ്ഞൊരു പാട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ? അത് പറയുന്നത് തന്നെയാണ് തായേ അല്ലയോ അമ്മേ. ഈ പറഞ്ഞ ആയർ കുലം എന്ന് പറഞ്ഞൊരു കുലമുണ്ട്, അവർ യദുകുലം, അതിൽ ജനിച്ചെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഓർക്കുന്നത് നായർ സഹോദരന്മാർ നായർ കുലത്തിൽ വന്ന മായൻ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാണ് അവർ കിടക്കുന്നത്. അത് ആ നാട്ടിലെ UP-യിലത്തെ ഒരു ജാതിയാണ് അവർ, അല്ലെങ്കിൽ ഒരു സമുദായമാണ് അവർ. എന്ന മാതിരി ഇവിടെ ഒരു സമുദായമുണ്ട്. ആ സമുദായത്തെ വേടന്റെ വലയിൽപ്പെട്ടതുപോലെ പെട്ടുകിടക്കുന്ന ആളുകൾ ഒന്നിച്ചൊന്നായിട്ട് പറന്നുയരാനായിട്ടാണ് SNDP യോഗം ഉണ്ടാക്കിയിട്ട് അതിന്റെ ബൈലോയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചോ? ഫ്രണ്ട് പേജിൽ 18 വയസ്സും സ്ഥിരബുദ്ധിയും ശ്രീനാരായണ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും ഇതിൽ മെമ്പർഷിപ്പ് കിട്ടും. മെമ്പർഷിപ്പ് ഇവിടെ ബൈലോ ഇരിപ്പുണ്ട്, നോക്കിക്കൂ. ഏതൊരു മനുഷ്യനും കിട്ടും. ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ വൺ വേ ട്രാഫിക് ആണോ? നമ്മൾ പറയുന്ന മതേതരത്വം എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. ഞാൻ ചോദിക്കണം, എന്റെ പൊന്നു സഹോദരന്മാരെ, ഇവിടെ മതത്തിന്റെ പേരിൽ എത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്? ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വോട്ടടിത്തറ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആരാണ്? മുസ്ലിം സഹോദരന്മാരാണ്. നമ്മളവരെയൊന്നും കുറ്റം പറയുന്നില്ല. അവര് മത്സരിക്കുകയും ജയിക്കുകയും വിജയിക്കുകയും മന്ത്രിയും MLA യും MP ഒക്കെ ആയിക്കോട്ടെ. കാര്യം മരത്തിന് നാശം കോടാലിക്കുകയും നിങ്ങളാരും ഒരു കാലത്തിനും സമുദായത്തിന് വോട്ടൊന്നും ചെയ്യാൻ പോണില്ല. ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ ഓരോരോ കാര്യം പറഞ്ഞിട്ട് അടിമ കൈക്ക് ചങ്ങല ഇട്ടിട്ട് അത് അലങ്കാരം എന്ന് പറഞ്ഞ പോലെ നടക്കുന്ന ആളുകളാണ് നമ്മളിനി ഈ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരങ്ങിന്റെ പട്ടയിലോട്ട് നമ്മൾ പോകും. കാര്യം എന്താണ്? ഇവിടെ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടിത്തറ ഏതാണ്? അവർ നമ്മൾ കുറ്റം പറയണം. അവർ നമ്മുടെ സഹോദരന്മാരാണെന്നേ. അവർ നമ്മൾ കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. അവര് എങ്ങനെയാണ് ജീവിത വിജയം നേടുന്നെന്നുള്ള തിരിച്ചറിയാനാണ് ഞാനിത് പറയുന്നത്. അല്ല അവരെ കുറ്റപ്പെടുത്താനല്ല. നിങ്ങളുടെ കുടുംബവുമായിട്ട് ഒന്നിച്ചിരുന്ന് ഊണ് കഴിക്കുകയും ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിക്കുകയും കോളേജിൽ പഠിക്കുകയും ഇപ്പോഴും നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള സുഖദുഃഖങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവർ. അവരൊന്നും നമ്മൾ കുറ്റപ്പെടുത്താനേ പാടില്ല. അവരാരും ഇവിടെ കപ്പൽ കയറി വന്ന ആളുകളല്ല. ഈ പ്രദേശത്ത് താമസിക്കുന്ന ക്രിസ്ത്യൻ സഹോദരന്മാര് തോമാസ് ശ്ലീഹ കപ്പലെ കൊണ്ടുവന്നാണോ അവര്? അല്ല. തോമാസ് ശ്ലീഹയും 2-3 ആളുകളാണ് ഇവിടെ ആ സുവിശേഷം പറഞ്ഞാൽ അവരുടെ ഭാഷ പറഞ്ഞ സുവിശേഷം നല്ലൊരു വിശേഷം എന്നാണ് അതിന്റെ അർത്ഥം. ക്രിസ്തുവിന്റെ നല്ല വിശേഷം പറഞ്ഞപ്പോ അന്ന് നമ്മുടെ ആളുകളാണെന്നേ അവരൊക്കെ മതം മാറിയത്. കാര്യം എന്താണ്? നമ്മുടെ ആളുകൾക്ക് മതം മാറേണ്ട കാര്യമുള്ളൂ. കാര്യം എന്താണ്? ഒരു ഈഴവനായിട്ട് ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ വഴി നടക്കാൻ പറ്റിയല്ല, തുണി എടുക്കാൻ പറ്റിയല്ല, പേരിടാൻ പറ്റിയല്ല, വില കെട്ടാൻ പറ്റിയല്ല. ഇനി എന്തിനു നടക്കാനാണ്? കുമാരനാശൻ പറഞ്ഞ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം, മരണത്തെക്കാളും വലിയ ദുഃഖമാണ് ഈ പാരതന്ത്ര്യം. ഒരു അമ്പലം എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അമ്പലത്തിൽ നമ്മളെ കയറ്റിക്കല്ല പൊക്കോട്ടെ, ആ അമ്പലത്തിൽ നിന്ന് കിലോമീറ്റേഴ്സിന് ചുറ്റുവട്ടത്ത് കൂടെ പോലും നടക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. എന്റെ പൊന്നു സഹോദരിമാരെ, നമ്മൾ മതപരിവർത്തനം നടത്തി ഒരു കുരിശ് കഴുത്തേക്ക് നടന്നാൽ എവിടെ കൂടെ വേണേലും പോകാന്നേ. പെരയും കെട്ടാം, സ്കൂളിലും പോകാം, ജോലിയും കിട്ടും, കൂലിയും കിട്ടും, എല്ലാം കിട്ടും. കഴുത്തലൊരു കുരിശ് വേണമെന്നുള്ളൂ. നമുക്കറിയാലോ, ഒരു 50 കൊല്ലം മുമ്പുള്ള നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാരെല്ലാം
ധരിക്കുന്നതിന് മുമ്പ് അവരുടെ കുരിശ് കാണത്തക്ക രീതിയിൽ അവരൊരു വസ്ത്രധാരണം ചെയ്യുകയുള്ളായിരുന്നു. കഴുത്തിൽ ഒരു കുരിശുമാല ഇട്ടേക്കും. ഞാൻ ക്രിസ്ത്യാനിയാണ്, അവർക്കൊരു തടസ്സവും ഇല്ല. നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? അപ്പൊ അവരൊക്കെ മതം മാറിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിവൃത്തിയോട് കൊണ്ടാണ്. അതുകൊണ്ട് അവരെ നമ്മൾ കുറ്റപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞത് അവര് സംഘടിച്ച് ഗുരു പറഞ്ഞ പോലെ ശക്തരായി. എങ്ങനെ? ജനാധിപത്യം വന്നു കഴിഞ്ഞപ്പോ അവർ സമുദായത്തിന്റെ പേരിൽ സംഘടിച്ചു. എങ്ങനെ സംഘടിച്ചു? അവർ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി. അതിന്റെ പേരാണ് കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസ് ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? ഇരിക്കണ്ടേ? ഇപ്പൊ ഇരിക്കുന്ന SDPO ജനറൽ സെക്രട്ടറിക്ക് മുമ്പ് SDPO ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് R ശങ്കർ എന്നായിരുന്നു. ശങ്കർ സാർ ചെയ്ത അപരാധം എന്താണ്? നമുക്ക് പള്ളിക്കൂടങ്ങളില്ല, ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. ഇവിടെ കേരളത്തിൽ വിമോചന സമരം, SRCPക്കെതിരെയുള്ള വിമോചന സമരം കൊടുമ്പിരി കൊണ്ടു കഴിഞ്ഞപ്പോ ഈഴവ സമുദായം വിമോചന സമരത്തിൽ പങ്കെടുക്കാതിരിക്കാനായിട്ട് SRCP ഒരു ദൂതനെ വിട്ടു. ശങ്കർ സാറിന്റെ അടുക്കൽ വിട്ടെന്ന്. R ശങ്കർ സാറ് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ വിട്ടിട്ട് പറഞ്ഞു, നിങ്ങളും നമുക്കെതിരാണോ എന്ന് ചോദിച്ചു. ഭരണത്തിന്, രാജഭരണത്തിനെതിരാണോ എന്ന് ചോദിച്ചപ്പോ ശങ്കർ സാർ പറഞ്ഞത്, സ്വന്തമായിട്ടൊരു കുടിപ്പള്ളിക്കുടം പോലും ഇല്ലാത്ത ഞങ്ങള്, ഇന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞ വേറെ രൂപടി പറഞ്ഞത്, സ്വന്തമായിട്ടൊരു കുടിപ്പള്ളിക്കൂടം പോലെ ഇല്ലാത്ത ഞങ്ങള് ഈ ഭരണത്തിനെ എതിർത്താൽ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഭരണം താഴത്ത് പോകുമെന്ന് ഉറപ്പായി നിൽക്കുന്നതുകൊണ്ടും തിരുവിതാംകൂറിന്റെ ജനസംഖ്യയിൽ 36% ഈഴവര്, ആ 36% ഈഴവര് ഈ വിമോചന സമരത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അറിയാവുന്നതുകൊണ്ടും ഈ പറഞ്ഞ SRCP രാമസ്വാമി അയ്യർ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വേണം? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കോളേജ് തന്നാൽ മതി, ഒരു കോളേജ്. അപ്പൊ പറഞ്ഞു, ശരി കോളേജ്. അത് ഇതുപോലെയല്ല, മുഖ്യമന്ത്രി പറഞ്ഞ പോലെയൊന്നുമില്ല, അനുവദിക്കണം. അപ്പോഴേ ശരി, അനുവദിച്ചിരിക്കുന്നു. സ്ഥലമോ? ഞങ്ങൾക്ക് സ്ഥലമൊന്നുമില്ല. ശങ്കർ സാറിന്റെ തലയിൽ പോയിട്ടില്ലേ? ഞങ്ങൾക്ക് സ്ഥലമൊന്നും ഇല്ല. ഏത് സ്ഥലം വേണം നിങ്ങൾക്ക്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ എറണാകുളത്ത് വരുമ്പോ ഇന്ന് നേവൽ ബേസ് കണ്ടു കാണും. പട്ടാളത്തമ്പ് കണ്ടിട്ടില്ലേ? എറണാകുളത്ത് വരുന്ന ആളുകൾ കണ്ടിട്ടില്ലേ? നേവിക്കാരുടെ ആസ്ഥാനം കണ്ടിട്ടില്ലേ? ഇതുപോലെ തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ സൈനിക ആസ്ഥാനമാണ് കൊല്ലം പീരങ്കി മൈതാനം. സൈനിക തമ്പാണ്. തിരുവിതാംകൂറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള സൈന്യങ്ങൾ മുഴുവൻ തമ്പടിക്കുന്ന സ്ഥലമാണ്. ശങ്കർ സാർ പറയുകയാണ്, ഞങ്ങൾക്ക് കോളേജ് വെക്കാനായിട്ട് തിരുവിതാംകൂറിന്റെ സൈനിക ആസ്ഥാനമായിട്ടുള്ള കൊല്ലം പീരങ്കി മൈതാനം തന്നാൽ മതി, 33 ഏക്കർ 3 സെന്റ് സ്ഥലം തന്നാൽ മതി എന്ന് പറഞ്ഞു. ആരെങ്കിലും ചോദിക്കാൻ ധൈര്യപ്പെടുവോ? ഭരണം പോകുന്ന ആ പേടിയിൽ ദിവാൻ പറഞ്ഞത് തന്നിരിക്കുന്നു. അപ്പൊ തന്നെ ഈ പറഞ്ഞ വില്ലേജ് ഓഫീസർ അവിടെ ഇരിക്കുന്ന എഴുതി കൊടുക്കേണ്ടതേ. അപ്പോ എഴുതിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോ ശങ്കർ സാറിന്റെ പേരിലാണ് എഴുതിയത്. ശങ്കർ സാർ പറഞ്ഞു, എന്റെ പേരിൽ വേണ്ടെന്ന് പറഞ്ഞു. എന്റെ പേരിൽ എഴുതണ്ട, പിന്നെ എന്ത് എഴുതണം? SNDP യോഗത്തിന്റെ പേരിൽ എഴുതാൻ പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് ഒരു ആദ്യത്തെ കോളേജ് വരുന്നത്, ഓർത്തോളണം. അത് കഴിഞ്ഞിട്ട് ആ ശങ്കർ സാറ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു 12 കോളേജ് വേറെ എഴുതിത്തെടുത്തത്. ശങ്കർ സാറ് ഏക ചെയ്ത കുറ്റം എന്താണെന്നറിയാമോ? നമുക്ക് ഈ 12 കോളേജ് തന്നപ്പോ അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ഈഴവനാണ് ശങ്കർ സാറിനെ പുറകിൽ നിന്ന് കുത്തിയത്. കാരണം സമ്പത്തിന്റെ അച്ഛനായിട്ടുള്ള അനിരുദ്ധൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമുദായത്തിൽ ജനിച്ച ഒരാളെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി അദ്ദേഹത്തെ തോപ്പിച്ച് കളഞ്ഞു. നമ്മള് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, കരിക്ക് കുടിക്കാൻ കൊടുത്താൽ ഈഴവൻ തൊണ്ണത്തിന് എറിയുമെന്ന് പറയും. കരിക്കൊരെണ്ണം കുടിക്കാൻ കൊടുക്കുമ്പോഴേ വിഷമിച്ചിങ്ങനെ ഇരിക്കാനല്ല, വലിയ സന്തോഷമായിട്ട് കരിക്കിങ്ങനെ മേടിക്കും, ചിരിക്കണ്ട് കുടിക്കും. പിന്നെ ഈ കയ്യിൽ, എന്റെ നാട്ടിൽ പറയുന്ന ഭാഷ തൊണ്ണൻ എന്നാണ് പറയുന്നത്, ഇവിടെ എന്താണെന്ന് എനിക്കറിയത്തില്ല. തോടെന്നാണോ പറയുന്നത്? തൊണ്ണനെന്നും പറയും. കരിക്ക് തന്നവന്റെ നെഞ്ചത്തിട്ട് തൊണ്ണൻ എറിയും നമ്മള്. ഇതാണ് നമ്മുടെ ജോലി. ആ ശങ്കർ സാറ് ചെയ്ത രണ്ടാമത്തെ അപരാധം എന്താണെന്നറിയോ? ഞങ്ങളുടെ നാട്ടിലെ മാരാരിക്കുളത്തിൽ ചീരമാധവി എന്ന് പറഞ്ഞ ജഡ്ജിയുണ്ട്. ഈ ചീരമാധവി എന്ന് പറഞ്ഞ ആ സ്ത്രീയെ ശങ്കർ സാറ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. ഇതിന്റെ കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള PT ചാക്കോ ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്ന വേളയില് ഈ ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് അവിടുത്തെ കണ്ടൽ കൃഷി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലെ, അതായത് ചീര, വാഴ, തക്കാളി അല്ലല്ലോ, അതിനാണ് വേറെയൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതൊക്കെ കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന ഒരു ചേട്ടത്തിയുണ്ട്. അവിടെ ഈ പറഞ്ഞ PT ചാക്കോ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ലത്തീൻ കത്തോലിക്കര് ഈ ചീരമാധവി ചേച്ചിയുടെ സ്ഥലം ഇരിക്കുന്ന സ്ഥലത്ത് അവര് ബലമായിട്ട് ക്രിസ്ത്യാൻ സഹോദരന്മാരുടെ ഒരു സെമിത്തേരി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചീരമാധവി എന്ന് പറഞ്ഞ സഹോദരി അതിനെ എതിർക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ഇന്നത്തെ പോലീസ് അല്ലത്, അന്നത്തെ പോലീസിനെ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ ആളുകൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു കൂമ്പാള പുറത്ത് തൊപ്പിയൊക്കെ വെച്ച് ഒരു നിക്കറൊക്കെ ഇട്ട് നിക്കറിന്റെ കുഴപ്പങ്ങളൊക്കെ കാണിക്കാനായിട്ട് നിക്കറിന് മുമ്പിൽ ഒരു കൂമ്പാള വേറെ ഉണ്ടാക്കി അമ്പലത്തിൽ വരുമ്പോൾ പെണ്ണുങ്ങളൊക്കെ എഴുതി പോയിക്കളയും.
ഈ സാറ് ഈ നിക്കറുകൊണ്ട് നമ്മുടെ അടുത്തൂടെ വന്നു കഴിഞ്ഞാൽ പേടിക്ക് മുകളിലാട്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരാഴ്ചത്തൊക്കെ പിന്നെ ബോധം പിരിയില്ല നമുക്ക്. അതുപോലത്തെ സാധനമൊക്കെ ഇട്ടിട്ടാണ് ഇവർ വരുന്നത്. അപ്പൊ ഈ ഏമാനെന്ന് വിളിച്ചോളണം. ആ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് എന്ന് എഴുതി കാണിച്ചാൽ അവരും പേടിയാണ് ആളുകൾക്ക്. എടാ ആളെ പറഞ്ഞ് പേടിപ്പിക്കുന്നതെന്നറിയാവോ? ശ്രീപത്മനാഭന്റെ മുദ്ര തലേ കയറി കഴിഞ്ഞാലേ അവൻ ആളന്തരം അറിയാൻ പാടില്ലെന്നാണ് പറയുന്നത്. അവനെ പേടിപ്പിക്കുകയാണ്. അങ്ങനെ ഈ പോലീസെല്ലാം വന്ന് ചിരമതി ചേച്ചിയുടെ ആ വയല് നികത്താൻ തുടങ്ങി കഴിഞ്ഞപ്പോ ശങ്കർ സാറിന്റെ ഉള്ളിലുള്ള രാഷ്ട്രീയക്കാരൻ മരിക്കുകയും യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള ആത്മാഭിമാനം ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് എന്റെ സ്ഥാനത്തോടും വലുത്, എന്റെ സ്ഥാനത്തേലും വലുത് എന്റെ സമുദായമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പി ടി ചാക്കോനെ അദ്ദേഹം പിരിച്ചുവിട്ടു. ആഭ്യന്തര വകുപ്പ് പിരിച്ചുവിട്ടിട്ട് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് ചീരമാതയിലൂടെ സെമിത്തേരി പണിയണ്ട എന്ന് ഓർഡിട്ട് അദ്ദേഹം. അതാണ് ഈ കാക്കക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. അതിന് പ്രതിഫലമായിട്ട് അവർ ചെയ്ത് അറിയാവോ? അന്നാണ് അതിനു വേണ്ടിയിട്ടാണ് കേരള കോൺഗ്രസ് ഉണ്ടാക്കുന്നത്. കേരള കോൺഗ്രസ് ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ ക്രൈസ്തവ സഹോദരന്മാരും അന്നത്തെ നായർ സഹോദരന്മാരും കൈകോർത്തുകൊണ്ട് മന്നത്ത് പത്മനാഭന്റെയും പി ടി ചാക്കോന്റെയൊക്കെ നേതൃത്വത്തിൽ കൈകോർത്തുകൊണ്ട് അന്ന് ഒരു പ്രതിജ്ഞ എടുത്തായിരുന്നു. ഇനി കേരളത്തില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ ഒരു ഈഴവനെ മുഖ്യമന്ത്രി ആക്കില്ല എന്നുള്ള ഒരു തീരുമാനം അവരെടുത്തായിരുന്നു. മതേതരം ചിന്തിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കോൺഗ്രസിന്റെ ഒരു നേതാവ് ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം. ഇന്ന് വരെയും ശങ്കർ സാറിന് ശേഷം കോൺഗ്രസില് ഒരു ഈഴവനെ മുഖ്യമന്ത്രി ആക്കിയിട്ടുണ്ടോ? ഉണ്ടാ? അതിലാളില്ലാത്തതുകൊണ്ടാണ്. എ കെ ആന്റണിയും വയലാർ രവിനെയും വെച്ച് നോക്കുമ്പോൾ വയലാർ രവിയുടെ 7 അയലത്ത് കൂടെ പോകാൻ എ കെ ആന്റണിക്ക് സാധിക്കത്തില്ല. കാരണം ഞങ്ങളുടെ നാട്ടുകാരാണ് രണ്ടുപേരും. സുധീരൻ മോശമാണോ? പത്മരാജൻ മോശമാണോ? ഇങ്ങനൊരു നീണ്ട നിര തന്നെ നിൽപ്പുണ്ട് ഇല്ലേ? ഇപ്പൊ നിൽക്കുന്ന സുധാകരൻ മോശമാണോ? ഇവരൊക്കെ ആക്കുമെന്നാണ് നിങ്ങൾ ഓർത്തിരിക്കുന്നത്? ഒരിക്കലും ആക്കത്തില്ല. കാര്യം എന്താണ്? ഞണ്ടിന് പടങ്ങ് വേണ്ടെന്നാണ് പറയുന്നത്. ഞണ്ടിന് പടങ്ങ് വേണ്ടതാണ്. മുമ്പേ പോണ ഞണ്ട് പുറകെ വന്നെ ഞണ്ടിനെ ലോക്ക് ചെയ്ത് പിടിച്ചോളൂ. ഈഴവനോ അതുപോലെ തന്നെയാണ്. നിന്നെ കൊല്ലും ഞാനും ചാകുമെന്നുള്ളതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് എന്റെ രാഷ്ട്രീയ പ്രശ്നം ഇവിടെ നിർത്തുകയാണ്, സമുദായത്തിലോട്ട് വരികയും. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും മതി. നിങ്ങൾക്ക് സമാധാനമായിട്ടിവിടെ ജീവിക്കണമല്ലേ? അല്ലേ? സമാധാനമായിട്ട് ജീവിച്ചു. ഞാനിതൊക്കെ പറഞ്ഞത് 1% പോലും എൻ്റെ ഉള്ളിൽ നിന്ന് വന്നാൽ ഇത് പറയാൻ വന്നൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് SNDP യോഗം രൂപീകൃതമായത് 1903 SNDP യോഗം രൂപീകൃതമായി കഴിഞ്ഞപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ടത് ഈ സമുദായത്തിന്റെ ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള ശ്രേയസിനും പ്രേയസിനും വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു സമര സംഘടനയായിരുന്നു. ഈ സമര സംഘടന പൊരുതി നേടിയാണ് ഇവിടെ കാണുന്നതെല്ലാം. ഇവരൊക്കെ കള്ളമാണ് പറയുന്നത്, ഈ പൊളിറ്റീഷ്യന്മാരെല്ലാം. കാര്യം എന്താണ്? ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരം മേടിച്ചു തന്നത് രാഷ്ട്രീയക്കാരാണെന്ന് കള്ളം പറയുന്നു. അത് വിശ്വസിക്കുന്ന നിങ്ങള്. ശ്രീനാരായണ ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചത് 1928 ക്ഷേത്രപ്രവേശന വിളംബരം വന്നത് ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ച് 8 വർഷം കഴിഞ്ഞിട്ടാണ് 1936. ഗുരുദേവൻ മഹാസമാധി പ്രാപിക്കുന്നതിന് 8 വർഷം മുമ്പ് പറഞ്ഞു നമുക്കിനി ക്ഷേത്രങ്ങൾ വേണ്ടെന്ന് പറഞ്ഞില്ല. ഞാൻ നമുക്കിനി ക്ഷേത്രങ്ങൾ വേണ്ട, നമുക്ക് എന്ത് വേണമെന്നാണ് പറഞ്ഞത്? വിദ്യാലയങ്ങള്. നമ്മൾ തുടങ്ങിയോ? ഇല്ല. ഞങ്ങളുടെ നാട്ടിൽ തുടങ്ങി. ഞങ്ങളുടെ നാട്ടിൽ ശ്രീകണ്ഠേശ്വരം എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തെ ഭഗവാൻ പ്രതിഷ്ഠിച്ചവിടെ തന്നായിരുന്നു. അന്ന് ഭഗവാൻ പറഞ്ഞത് ഇവിടെ കരിയും വേണ്ട, കരിമരുന്നും വേണ്ട, ഇവിടെ നാം കാണുന്നത് സരസ്വതി ക്ഷേത്രമാകുമെന്ന് അന്ന് പറഞ്ഞൊരു കക്കാവാരലി കേന്ദ്രമായിരുന്നത് ഈ പറഞ്ഞ പൂച്ചാക്കൽ എന്ന പ്രദേശത്ത് ഒരു ഗതിയും പരഗതിയില്ലാത്ത കുറച്ച് പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗുരുദേവൻ പറഞ്ഞ് 2 കൂട്ടരെയാണ് ഗുരു അനുഗ്രഹിച്ചത്. ഒന്ന് കുമരകത്തുകാരെ അനുഗ്രഹിച്ചായിരുന്നു ഭഗവാൻ, അല്ലേ? കുമരകം എന്ന് പറഞ്ഞ പേരിന് മറ്റൊരു അർത്ഥവും കൂടി അറിയാവോ നിങ്ങൾക്ക്? കുമരൻ എന്ന് പറഞ്ഞ ആരാണ്? ഈ സുബ്രഹ്മണ്യൻ. അവനെ പിടിച്ച് അകത്ത് വെച്ചിരിക്കുന്ന ആളുകളാണ് അവർ. അവർക്ക് അഹന്തയുണ്ട് കേട്ടോ, കാശ് മാത്രമേ ഉള്ളൂ. ഈ കുമരകംകാര് ഒരു പ്രത്യേക ടെറിട്ടറി ആയിട്ടാണ് അവർ കഴിയുന്നത്. നമ്മുടെ SNDP നിങ്ങൾക്ക് അറിയാമല്ലോ, 103 ശാഖയുണ്ടെങ്കിലും അവിടുന്ന് 5 ശാഖ വരുമ്പോ അവരൊരു പ്രത്യേകം വിദേശത്ത് നിന്ന് വന്ന പോലെയാണ് അവർ വരുന്നത്. കാര്യം എന്താണ്? ഈ വിഷമുള്ള പാമ്പിനെയും കാശുള്ള ആളുകളെയും നമുക്ക് തിരിച്ചറിയാം. വിഷമുള്ള പാമ്പിനെ കാണുമ്പോൾ അറിയാം അവൻ കല്ലെറിഞ്ഞാൽ അവൻ പോകത്തില്ല. വിഷയില്ലാത്ത ഞങ്ങളുടെ നാട്ടിലുള്ള പൊട്ടഞ്ചേരിയുടെ അവസ്ഥ കണ്ട ഏത് വഴിക്കും അവനോട്. അപ്പൊ ഗുരു പറഞ്ഞത് കേട്ട് അവര് വിദ്യാലയങ്ങൾ ഉണ്ടാക്കി. ആ വിദ്യാലയങ്ങളുടെ പ്രസക്തിയാണ് ഈ പറഞ്ഞ ഈ കുമരനെ പിടിച്ച് അകത്ത് വെച്ചിട്ട്. അതാണ് കുമരനെ പിടിച്ച് അകത്ത് വെച്ചിട്ട്. നിങ്ങൾ അകത്ത് വെച്ചിട്ടില്ല. കുമരൻ പുറത്ത് നിൽക്കുകയാണ്. കുമരൻ കുഴപ്പക്കാരനാണ്. മയിലാണ് കയ്യിലിരിക്കണം. മയിൽ ഒരിടത്തും സ്ഥിരമായിട്ട് നിൽക്കത്തില്ല, ഇത് പറന്നു പോകും. മനസ്സിലായോ? ഗുരുവിന്റെ കൃതികൾ വായിച്ചാൽ നിങ്ങൾക്കറിയാം ഈ കുമരനെ എങ്ങനെ പിടിക്കണമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ
കുമരനെ പിടിച്ചു വെച്ചുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഇതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലെ ശ്രീകണ്ഠേശ്വരം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട്. ഭഗവാൻ അവിടെ ഒന്ന് പ്രതിഷ്ഠിച്ചതാണ്. അവിടെ ആ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനായിട്ടുള്ള ശിവലിംഗം എൻ്റെ അമ്മൂമ്മയൊക്കെ പറയുന്നത് ഒരു കേവ് വെള്ളം എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? കേവ് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കേവ് വെള്ളത്തിൽ ഒരുപാട് ആളുകളുടെ പ്രയത്നത്താലാണ് ഇത് കൊണ്ടുവരികയും ആ കായലിന്റെ അവിടെ നിന്ന് ചാക്കിൽ കെട്ടി കാളയെ കൊണ്ട് വലിപ്പിച്ചാണ് ഇത് ശ്രീകണ്ഠേശ്വരത്ത് കൊണ്ടുവന്നത്. ഗുരു വന്നവിടെ ചെയ്തത് ഒരു മേസ്തരി കല്ലാശാരിയൊക്കെ വന്നിട്ട് ഒരു ഇഷ്ടിക എടുത്ത് മടല് കിട്ടുന്ന ലാഘവത്തോടെയാണ് ഇതെടുത്ത് പ്രതിഷ്ഠിച്ചെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇന്നും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് ഗുരു ചോദിച്ചത്, നമ്മുടെ ജീവചരിത്രം എഴുതിയാൽ വരും തലമുറ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. കാര്യം എന്താണ്? ആയിരക്കണക്കിന് ആളുകളുടെ സാക്ഷികളാണെന്ന്. ഇത് കൂളായിട്ട് നമ്മളൊക്കെ മതിൽ കെട്ടാനൊക്കെ വിളിക്കുമ്പോൾ ഒരു കല്ലാശാരി വന്നിട്ട് ഇപ്പൊ സിമെന്റ് കെട്ടൊക്കെ എടുത്ത് വെക്കുന്ന ലാഘവത്തോടെ ഈ 19 പേര് പിടിച്ചിട്ടുണ്ടെന്ന സാധനം എടുത്ത് പ്രതീക്ഷിച്ച ആളാണ് ഈ ഗുരു. മനസ്സിലായോ? ആ ഗുരുവിനെ ഇപ്പോഴും നമ്മുടെ ആളുകൾ തപ്പിവിടക്കാണ്. അന്തൻ ആനയെ കണ്ടപ്പോൾ ദൈവമാണോ എന്ന് ചോദിച്ചുകൊണ്ട്. ഈ ചോദിക്കുന്ന മാന്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചോദിക്കണ്ടേ? നിങ്ങൾ ദൈവമാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഞങ്ങൾ കണ്ട ദൈവം ഇതാണെന്ന്. മറ്റൊരു ദൈവം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചതാ. അവർക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇപ്പൊ സൈജു എന്ന് പറഞ്ഞ ആള് സെക്രട്ടറി ആണെന്ന് എനിക്ക് മനസ്സിലായെങ്കിൽ അയാൾ ഇവിടുത്തെ സെക്രട്ടറി ആണെന്ന് അയാൾ കണ്ടുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. ദൈവമാണോ എന്ന് ചോദിക്കുമ്പോൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് കാണിച്ചു തരാൻ ബാധ്യതപ്പെട്ടാണെന്ന്. ആദ്യമായിട്ട് ഗുരു ദൈവമാണെന്ന് പറഞ്ഞ് നമ്മളാരെങ്കിലും ആണോ? ആരാണ്? നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന ഒരു വ്യക്തി ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മത്തെ കുറിച്ചാണ്. സനാതന ധർമ്മത്തിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് ഇപ്പൊ അവതരിപ്പിക്കുന്ന ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്, അല്ലെ? വിവേകാനന്ദ സ്വാമി കയ്യൊക്കെ കെട്ടി തലപ്പാവൊക്കെ വെച്ച് വിജനതയിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു വളരെ തേജോമയമായ ഓരോ ഭാരതീയന്റെയും അഭിമാനം ഉയർത്തുന്ന ഒരു ചിത്രം അദ്ദേഹത്തിന് നേരിട്ട് കണ്ട അത്രയും ഗ്ലാമറൊന്നും ഇല്ല കേട്ടോ. ഈ കലാകാരന്മാർ വരച്ച് ഈ പരുവത്തിലാക്കും. മനസ്സിലായി? കലാകാരന്മാരുടെ ഒരു പണി ഇതാണ്. അപ്പൊ അത് വേറെ കാര്യവും അവിടെ ഇരിക്കട്ടെ, നല്ല കാര്യം. അദ്ദേഹമാണ് ഈ പറയുന്ന സനാതന ധർമ്മത്തിന്റെ ബ്രാൻഡ് അംബാസഡർ. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ, അല്ലെ? ഈ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും വിവേകാനന്ദ സ്വാമിയുടെയും നാട്ടിൽ നിന്ന് ഇവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സമാധിസ്ഥരാകുന്നതിന് മുമ്പ് ആ നാട്ടിൽ നിന്ന് വന്നൊരു മഹാനുഭാവൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് രവീന്ദ്രനാഥ ടാഗോർ. എല്ലാവർക്കും അറിയാലോ. അദ്ദേഹം നോബൽ സമ്മാന ജേതാവാണ്. മാത്രവുമല്ല അദ്ദേഹം ഉത്തമനായ ഒരു മഹർഷിയാണ്. ആ നാട്ടുകാർ ബംഗാളികളെല്ലാം വിളിക്കുന്നത് ഗുരുദേവ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ആ മഹാനുഭാവനായിട്ടുള്ള ഋഷീശ്വരനായിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോർ ശിവഗിരി വന്ന് ഗുരുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കരണ്ടടിച്ചതുപോലെ അദ്ദേഹം എഴുന്നേറ്റ് കൂപ്പി നിന്നുപോയി. അദ്ദേഹം അവിടെ എഴുതി വെച്ചിട്ട് നിങ്ങൾ ചെന്ന് വായിക്കുക. നാം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഋഷീശ്വരന്മാരെല്ലാം നാം എന്നേ പറയുള്ളൂ. ഞാനെന്ന് പറഞ്ഞാൽ അഹംഭാവ ശബ്ദമാണ്. ഞാൻ എന്ന ഭാവം അത് തോന്നായിക വേണമിഹ. തോന്നുന്നതാകാൻ എന്ത് ചെയ്യണം? തോന്നുന്നതാകിൽ അഖിലം മൊത്തം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നാമെന്ന് നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? അതുകൊണ്ടാണ് അവരൊക്കെ നാമെന്ന് പറയുന്നത്. നമ്മളെല്ലാം ഒന്നാണ്, എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത് ഓർക്കില്ലെന്നാണെന്ന് ഗുരു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് നാം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ്, നാം ലോകമെമ്പാടും, ഇന്ത്യയിലല്ലേ, ലോകമെമ്പാടും സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ലോകത്തുള്ള ഒരുപാട് ഋഷീശ്വരന്മാരെയും മഹർഷിമാരെയും ആർട്ട് സയൻസുകളെയും വിശുദ്ധന്മാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ മലയാളത്തിൽ, അന്ന് കേരളയില്ല, ഈ മലയാള കരയിൽ വാണരുളെന്നാണ് എഴുതി. വാണരുളുന്ന ശ്രീ ശ്രീനാരായണ പരമഹംസദേവൻ ഒപ്പമോ അതിനു മുകളിലോ ഉള്ള ഒരു ഈശ്വരീയ ഭാവമുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഇലക്ഷനിൽ നിന്ന് വോട്ട് മേടിക്കാനാണ് എഴുതി വെച്ചിരിക്കുകയാണ്. ആരാണ് എഴുതിയത്? ഒരു രാഷ്ട്രീയക്കാരനല്ല, മറ്റൊരു സന്യാസിയാണ്. ഇനി രമണ മഹർഷി ഗുരുവിനെ കണ്ടപ്പോ ശിഷ്യന്മാര് ചോദിച്ചപ്പോ പറഞ്ഞ എന്താണ്? തൊഴുതുണ്ട്. അവരെല്ലാം തെരിഞ്ചവർ, സർവജ്ഞപീഠം കയറിയവരെന്നാണ് ഈ പറഞ്ഞത്. ഇതുകൊണ്ടാണ് കുമാരനാശാൻ പറഞ്ഞില്ലേ, വേദാഗമസാരങ്ങൾ അറിഞ്ഞൊരുവൻ താൻ വേദാദികൾ കൈവിട്ട് വിജയിപ്പൂ ഗുരുമൂർത്തി എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒറ്റ ആളുകളെന്നാണ് കാര്യം. എന്താണ്? കുമാരനാശാൻ നിഴൽ പോലെ ഗുരുവിനെ പിന്തുടർന്നാണ്. അപ്പോൾ ആ രവീന്ദ്രനാഥ ടാഗോറാണ് ആദ്യം എഴുതി വെച്ചത് ഈ ദൈവമാണെന്ന്, നമ്മളല്ല. രണ്ടാമത്തെ കാര്യം, അതൊക്കെ മുമ്പ് ഗുരുവിനെ അനുഭവിച്ചറിഞ്ഞ ഗുരുവിന്റെ പിന്നാലെ നടന്ന ഈ പറഞ്ഞ കൊച്ചപ്പിപ്പിള്ള എന്ന് പൂർവാശ്രമത്തിൽ നാമമുള്ള നായർ സമുദായത്തിൽ ജനിച്ചുവെന്ന് നമ്മളൊക്കെ സാമുദായിക അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ശിവലിംഗദാസ സ്വാമികളാണ് പറഞ്ഞത് ഇത് സാധാരണ മനുഷ്യനല്ല. എന്താണ് പിന്നെ പറഞ്ഞത്? ഓം ബ്രഹ്മണേ
മൂർത്തിമതേ സുധാനം ആശ്രയിക്കുന്നവർക്ക് ശുദ്ധി ഹേതവേ, ശുദ്ധിയെ പ്രദാനം ചെയ്യുന്നവനാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരുവേ നമ എന്ന് തുടങ്ങി യസ്യന കൽപ്പതേ സിദ്ധൈ പാദാംബുജരജോലവ എന്ന് തുടങ്ങുന്ന അവസാനിക്കുന്നത് എഴുതി ഓം നമ ശിവായുടെ ഓരോ അക്ഷരങ്ങളും എടുത്തല്ലേ അല്ലേ. അപ്പോ ഇത് കൂടാതെ കണ്ട് ഈ പിന്നെ ഗൃഹസ്ഥ ശിഷ്യനായിട്ടുള്ള സഹോദരൻ അയ്യപ്പൻ എഴുതി വെച്ചില്ല, എന്ത് പറയും? ഗൃഹം വസ്ത്രം ദേഹം അശനം ആശയം ഇതുകളിൽ ഞങ്ങൾ പരമശുദ്ധിയെ സ്വയമനുഷ്ഠിക്കാൻ പറയാതോതുമാ തിരുസന്നിധാനം അലഭ്യമായല്ലോ. ഗുരുവിനെ കാണാൻ ചെല്ലുമ്പോഴേ ആരും പറയണ്ട, 5 കാര്യങ്ങളിൽ നമ്മൾ ശുദ്ധം പാലിക്കും. എന്താണ്? ഗൃഹം, വസ്ത്രം, ദേഹം, അശനം, ആശയം. ഈ 5 നല്ലതായിട്ടേ ഗുരുവിന്റെ അടുക്കൽ ചെല്ലുള്ളൂ. ആ ഗുരുവിന് ദൈവമാണെന്ന് ഈ പറഞ്ഞ ശിവലിംഗദാസ സ്വാമി പറയുന്നു. പുട്ടപർത്തിയില് ഇപ്പോ സമാധിയായി പോയിട്ടുള്ള പുട്ടപർത്തിയിലത്തെ എന്താണ് അദ്ദേഹത്തിന്റെ പേര്? സായിബാബ. ഞാൻ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തിക്കുമ്പോ സ്വാമിദാസ് എന്ന് പറഞ്ഞ ഒരാള്, ആർ കെ ദാസ് എന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറിയുടെ പെങ്ങളുടെ മകനുണ്ട്, ഞങ്ങളുടെ യൂണിറ്റ് സെക്രട്ടറി. നിന്നോട് പറഞ്ഞു, ശശികുമാറെ, നമുക്ക് ഇയാള് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, ഇയാളെ നമുക്ക് യൂത്ത് മൂവ്മെന്റിൽ എടുക്കാം. ഞാൻ പറഞ്ഞു എടുത്തോ. അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ എന്താ വന്നിരിക്കണമെന്ന് അറിയാവോ? അയാൾ സത്യസായി ബാബയുടെ ശിഷ്യനാണ്. സത്യസായി ബാബ പുട്ടപർത്തിയിൽ വെച്ചൊരു പ്രസംഗത്തിൽ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് ചോദിക്കുകയാണ്, നിങ്ങൾ മലയാളത്തിലുള്ള ശ്രീനാരായണ ഗുരുവിനെ അറിയുമോ? ആ ആയിരക്കണക്കിനായിട്ടുള്ള ഭക്തന്മാരോട് ചോദിക്കുന്നു. അപ്പൊ കുറെ ആളുകൾ മലയാളികളുണ്ട്. മലയാളികൾ എന്ത് കിട്ടിയാലും പോകുമല്ലേ എവിടെ. നമ്മുടെ ആളുകൾ ഇപ്പൊ മുട്ടയടിച്ച് പൊട്ടും തൊട്ട് വന്നുണ്ടല്ലോ ഇപ്പൊ പോയിട്ട് എവിടെയാണ് ഇല്ലേ, അങ്ങോട്ട് പോകുമല്ലോ, കാശ് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ. ഈ പട്ടനൊക്കെ പോണൊരു അമ്പലം ഉണ്ടായിരുന്നല്ലേ, തിരുപ്പതി പോയി മുട്ടയടിച്ച് ഗോപിയും തൊട്ട് എന്തൊരു ആ ചിരിയൊക്കെ ഒന്ന് കണ്ട, അവിടെ ഒന്ന് സെൽഫിയൊക്കെ എടുക്കും. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഈ അമ്പലത്തിൽ നിന്നൊക്കെ നമ്മുടെ വീട്ടിലുള്ള അപ്പൂപ്പന്മാരുടെ മുതുകത്തൊക്കെ മരിച്ചു കഴിയുമ്പോഴേ അവരെയൊക്കെ കുളിപ്പിക്കാനായിട്ട് കമത്തിക്കിടത്തുമല്ല, നേരെയും കിടത്തി കുളിപ്പിക്കും, കമത്തിയും കിടത്തി കുളിപ്പിക്കും. കമത്തിക്കിടത്തി കുളിപ്പിക്കുമ്പോൾ മുതുകത്ത് ചവിട്ടിന്റെ പാടുണ്ട്. അപ്പൊ അമ്മൂമ്മയോട് ചോദിക്കും, ഈ അപ്പൂപ്പനെ ഒരു ചവിട്ടിക്കൊന്നാണെന്ന് ചോദിക്കുമ്പോൾ അമ്മൂമ്മ പറയും, എൻ്റെ പൊന്നു വെച്ചേ, ഇതാരും ചവിട്ടിയതല്ല, ആ അമ്പലയിരിക്കുന്ന വഴിയിടങ്ങളോടെ ആരാണ്ടിൽ കണ്ടിട്ട് അപ്പൂപ്പൻ കണ്ടം വഴി ഓടിയ പാടാണ്, സ്വന്തം കാല് തന്നെ മൂത്തിട്ട് ചവിട്ടിക്കൊള്ളാണ് ഓട്ടത്തിന്റെ സ്പീഡ് കൊണ്ട്. ആ അടുത്തായിട്ടാണ് നിങ്ങളിപ്പോൾ ഓടിച്ചെന്നിട്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ചുമ്മാതെയൊന്നും അല്ല. വയലാർ രേഖ പറഞ്ഞില്ല, കണ്ണു തുറക്കാത്ത കരയാനറിയാത്ത കളിമൺ പ്രതിമകളാണെന്ന് പറഞ്ഞ് ചുമ്മാതെന്ന് ഓർത്തിരിക്കണം. ഈ തിരുനക്കര അമ്പലത്തിന്റെ തിരുമുറ്റത്ത് 170 വർഷം മുമ്പ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കോ, അടിമ ചന്തയായിരുന്നു അവിടെ. ഗൂഗിളിന്റെ കയ്യിൽ അത് സെർച്ച് ചെയ്ത് നോക്കിക്കോ. അടിമ ചന്തയില് 10, 500, 300, 400 അടിമകൾ ആണും പെണ്ണിനെയും കൊണ്ടുവന്ന് കയ്യേലും കാലിലും ചങ്ങലൊക്കെ ഇട്ട് മൃഗങ്ങളെ പോലെ അതിന്റെ അവിടെ നിർത്തുമ്പോ അവരുടെ ആരോഗ്യവും സൗന്ദര്യമൊക്കെ നമുക്ക് ഇടിച്ചും ചവിട്ടും തൊഴിച്ചും തൊഴിലൊക്കെയൊക്കെ നോക്കിയിട്ട് തുടിയൊന്നും കൊടുക്കാൻ വില പറഞ്ഞ് മേടിച്ചിട്ട് പോകുമ്പോ ഭാര്യയും ഭർത്താവുമായിട്ട് കഴിയുന്ന അടിമകൾ പരസ്പരം പിരിഞ്ഞു പോകുമ്പോൾ നെഞ്ചു പൊട്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് ദൈവമേ എന്ന്. നെഞ്ചു പൊട്ടി. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ ഞാൻ പറഞ്ഞത്. ഒരുത്തൻ പണമുള്ളവമെന്ന് ആ സ്ത്രീയെ വാങ്ങിച്ചിട്ട് പോകുമ്പോൾ അവള് ഭാര്യ ഭർത്താവായിട്ട് മറ്റൊരു അടിമയുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്ന, പക്ഷെ അവർക്ക് സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ഒരു അടിമയായിട്ട് മേടിച്ചിട്ട് അവർ നെഞ്ചു പൊട്ടി ദൈവത്തിന് വിളിച്ചിട്ടുണ്ടല്ലോ. ആ വീഡിയോ വല്ലതും കേട്ടായിരുന്നോ? എവിടെയെങ്കിലും ചരിത്രമുണ്ടോ? വേലുത്തമ്പി തലവയുടെ ചരിത്രം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പുള്ളി തന്നെ കുത്തിച്ചെത്തുന്നു. ഇവിടെ വൈക്കത്തിരിക്കുന്ന അമ്പലത്തിന്റെ പുറത്തു കാണുന്ന വഴിയില്ല, ആ വഴിയിലൂടെ പട്ടിയും പശുവും പൂച്ചയും ഒക്കെ നടക്കുന്ന ആ വഴിയിലൂടെ ഒന്ന് നടക്കാൻ ശ്രമിക്കൂ എന്നുള്ള കാരണത്താൽ 214 ഈഴവ ചെറുപ്പക്കാരെ വെട്ടിയും കുത്തിയും കൊലക്ക് കൊടുത്തായിരുന്നല്ലോ വേലുത്തമ്പി തലവ. ഈ ചരിത്രം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? അവർ 50ഓളം പേര് മരിച്ചിട്ടില്ലായിരുന്നു. അവർ ചാത്തവരെയും ചാകാത്തവരെയും വൈക്കത്തെ ആ ശിവക്ഷേത്രത്തിന് മുമ്പിൽ കാണുന്ന ഇത്തിരി അങ്ങോട്ട് മാറി വടക്കോട്ട് മാറി പടിഞ്ഞാറ് സൈഡിൽ കാണുന്ന ഒരു വലിയ പൊട്ടക്കുളത്തിൽ ചത്തവനെയും ചാകാത്തവരെയും വലിച്ച് കാലെ പിടിച്ച് വലിച്ചിട്ട് ആനയെ കൊണ്ട് ചവിട്ടി ഇരിച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് അവിടെ ഒരു ദേവപ്രശ്നം വെച്ചിട്ട് കണ്ടായിരുന്ന അവനും എന്റെ ഭക്തനാണെന്ന്. അതുകൊണ്ടാണ് സഹോദരിമാരെ പറയുന്നത്, ആരാധ്യം അതോർത്തിയെങ്കിലും ഞങ്ങൾക്ക് അവിടെ നിന്നാണ്. നമുക്ക് വേറെ ഒന്നുമില്ല. മുൻപായി നിന്നെ ചൊക്കയിലും ഞങ്ങൾ ഭജിക്കും നീ ഭാവനപാദം. മനസ്സിലാവുന്നുണ്ടോ? ഈ ദൈവമാണോ എന്ന് മിത്താണോ എന്ന് ചോദിച്ചു നടക്കുന്നവിടെ പറ. ഞങ്ങളുടെ പൂർവന്മാരെ പട്ടീനെ പോലെ ചവിട്ടിയും വെട്ടിയും കുത്തിയും വന്നപ്പോ ഈ പറയുന്ന വയലാർ പറഞ്ഞ കണ്ടു തുറക്കാത്ത കരയാനറിയാൻ പാടത്ത് ഏതെങ്കിലും കളിമൺ പ്രതിമകൾ വന്ന് ഞങ്ങളുടെ പൂർവ്വരെ രക്ഷിച്ചായിരുന്നോ? അവിടുത്തെ ഏതെങ്കിലും ദേവപ്രസംഗത്തെ കണ്ടായിരുന്നോ? അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ജാതി പോയെന്നും പറഞ്ഞ് നിങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കേണ്ട. ജാതി പോയിട്ടില്ല എന്നുള്ളതിന്റെ അവസാന തെളിവാണ് കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നടന്ന അവസാനത്തെ അവസ്ഥ.
ഒരു പൂകെട്ടുകാരനായിട്ട് പോലും ഈ പഞ്ചമന്മാരും ഇവർ വിധിക്കപ്പെട്ടത് സ്വയം ബ്രാഹ്മണ്യം പിടിച്ചെടുക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു പുരാണങ്ങളില്, നമ്മുടെ ഇതിഹാസങ്ങളില്, നമ്മുടെ ഉപനിഷത്തുകളിൽ എവിടെയാണ് ബ്രാഹ്മണനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയുന്നവനാണ്. ജന്മന്യന ബ്രാഹ്മണ്യം ഇല്ല, കർമ്മണ്യനാണുള്ളത്. അങ്ങനെയാണ് കർമ്മത്തിലൂടെയാണ് പരാശരന്റെ ബ്രാഹ്മണനായത്. ആരാണ് പരാശരൻ? പറച്ചിയുടെ മകനാണ്. വേദവ്യാസൻ ആരായിരുന്നു? ഏറ്റവും OBC ആയിരുന്നു. മുക്കോസ്ത്രീയിൽ ജനിച്ചതല്ലേ. അവർക്ക് എന്ത് ഇത് ഈ ഇരിക്കുന്ന പുരാണങ്ങളുടെ ഏറ്റവും വലിയ ആദ്യത്തെ കർത്താവായിട്ടുള്ള വാൽമീകി ആരായിരുന്നു? ഒരു പിടിച്ചുപറകാരനായിരുന്നില്ലേ? ഏതെങ്കിലും നമ്പൂരി പ്രസവിച്ചതാണ് അയാളെ. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാൻ പറഞ്ഞത്. എങ്ങനെ സ്വതന്ത്രരാകണം? മര്യാദ പുരുഷോത്തരമായ ശ്രീരാമചന്ദ്രനെ കുറിച്ച് കള്ളക്കഥ എഴുതിയുണ്ടാക്കി. എന്തുണ്ടാക്കി? ശംഭുകൻ എന്ന് പറഞ്ഞ ശൂദ്രനെ ശ്രീരാമചന്ദ്രൻ സന്യസിച്ചു എന്നുള്ള കാരണത്താൽ വധിച്ചു എന്നുള്ളൊരു കള്ളക്കഥ എഴുതി വെച്ചു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യുഗം 4 ഒന്ന് ഏതൊക്കെ യുഗമാണ് എന്ന് പറഞ്ഞ്? ആദ്യം കൃതയുഗം, അത് കഴിഞ്ഞ് ത്രേതായുഗം, അത് കഴിഞ്ഞ് ദ്വാപരയുഗം. ഈ യുഗത്തിന്റെ പേര് കലിയുഗം എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കൃതയുഗം എന്ന് പറഞ്ഞ യുഗത്തിന്റെ അകത്ത് പറയുന്നത് ദൈവവും മനുഷ്യനും നേരിട്ട് സംവദിക്കുന്നതാണ് പറയുന്നത്. ഈശ്വരൻ, എല്ലാ മതങ്ങളും ഇത് പറയുന്നുണ്ട്, ഈശ്വരൻ നേരിട്ട് സംസാരിക്കാൻ. ഇപ്പൊ ആദമോ ഓയോടും ചോദിച്ചെന്ന് അവർ പറയുന്നില്ല. നീ എന്നെ ഒരു പാട്ടുണ്ടല്ലോ, ആദമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. ദൈവം വരെ പാട്ടുകാരനാണെന്നാണ് അവർ പറഞ്ഞു വരുന്നത്. നമുക്കറിയത്തില്ലേ? നിന്നെ ഞാൻ തോട്ടത്തിലാക്കി, തോട്ടം രക്ഷിപ്പാനോ കായികനികൾ ഭക്ഷിക്കാനോ പാട്ടില്ലേ? അപ്പൊ ദൈവം പാടിയെന്നല്ലേ നമ്മൾ വെക്കേണ്ടത്. നിന്നെ ഞാൻ തോട്ടത്തിലാക്കി എന്ന് പറഞ്ഞാൽ ആരാണ് ഈ പാട്ടുകാരൻ? ദൈവം. അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഇതിനും പറയുന്നത് ദൈവം നേരിട്ട് സംവദിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ ചെയ്ത് ആ ത്രേതായുഗത്തില് ഈശ്വരനും, അതുകൊണ്ടാണ് ആദ്യത്തെ രാജാവായിട്ട് ദക്ഷ പ്രജാപതിനെ ദൈവം വെച്ചെന്നാണ് പറയുന്നത്. ദക്ഷ പ്രജാപതി ആരാണ്? ശിവന്റെ അമ്മായിയപ്പനാണ് അല്ലെ ദക്ഷ പ്രജാപതി. പടമൊക്കെ കാണുമ്പോൾ ആടിന്റെ തലയുള്ള ഒരാളെ കണ്ടിരുന്നില്ലേ? ഈ ആടിന്റെ തലക്കുള്ളൊരു കുഴപ്പം ഭരണകാരൊക്കെ കേട്ടോളണം കേട്ടാ. അധികാരത്തിന്റെ അഹങ്കാരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആടിന്റെ തലയിൽ പോകുന്നതാണ് കാരണമെന്നാണ് പറയുന്നത്. കാര്യം ആദ്യത്തെ രാജാവാണ് ഈ പറഞ്ഞ ദക്ഷ പ്രജാപതി. യഥാർത്ഥ ഈശ്വരനെ തിരിച്ചറിയാൻ പറ്റിയില്ല. മരുമകനാണെന്നും പറഞ്ഞ് ഈ ഭസ്മവും വാരിത്തൊട്ട് ചോരയുള്ള പുലിത്തോലും അണിഞ്ഞ് ഈ പാമ്പിനെയും കെടുത്തായിട്ടിരിക്കണമെന്ന് മരുമകനായിട്ട് പുള്ളി അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് ദക്ഷൻ യാഗം നടത്തി കഴിയുമ്പോൾ സ്വന്തം മരുമകനെ ക്ഷണിക്കാതെ കണ്ട്, ക്ഷണിക്കാത്ത വീട്ടിലോട്ട് എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് ബാധകമാണ് കേട്ടോ. എവിടെയെങ്കിലും നെളിഞ്ഞു പോകാൻ നേരത്ത് കെട്ടിയാൻ പറയും പോകരുതെന്ന്. നിങ്ങൾ സമ്മതിക്കുകയില്ല, അവിടെ പോയേ അടങ്ങുള്ളൂ. ഒരു ആയിരിക്കണമെന്ന് കേട്ട് വരും ഇങ്ങോട്ട്. പെണ്ണുങ്ങളുടെ സ്ഥിരം ജോലിയാണ്. പെണ്ണുങ്ങളൊക്കെ ഭയങ്കര വലിയ ആളുകളാണെന്ന് പറഞ്ഞാൽ ഇറക്കണം കേട്ടാ. എന്നെ ചീത്തൊന്നും പറയുന്നുണ്ട. ഞാൻ പറഞ്ഞതേ, പണ്ട് ഏറ്റവും ആദ്യം ഈ പ്രച്ഛന്ന വേഷം മിമിക്രിയൊക്കെ തുടങ്ങിയത് എന്താണെന്ന് അറിയാവോ നിങ്ങൾക്ക്? നമ്മളിപ്പോ TV-യിലല്ലേ കാണുന്നത്, ഇതൊന്നും അല്ലായിരുന്നു. പണ്ട് ഈ ശ്രീരാമന്റെ കാലത്താണ് ആദ്യത്തെ ഈ പറയുന്ന മിമിക്രി തുടങ്ങുന്നത്. മിമിക്രി വേറൊരാളുടെ ശബ്ദം, മധുവിനെ പോലെ അല്ലെ ജയനെ പോലെ അല്ലെങ്കിൽ മമ്മൂട്ടിനെ പോലെയൊക്കെ നമ്മൾ കൈയടിക്കത്തില്ല, ഇങ്ങനെ കൈയടിക്കും. അപ്പൊ ആദ്യമായിട്ട് ഒരു പ്രച്ഛന്ന വേഷം നടന്നത് എന്താണെന്നറിയാവോ? ഗൗതമന്റെ ആശ്രമത്തിലെ ഇന്ദ്രൻ എന്ന് പറഞ്ഞൊരു കുതന്ത്രനുണ്ട്. ഇങ്ങേർക്ക് അവിടെ ഇന്ദ്രാണി എന്ന് പറഞ്ഞാൽ അതിസുന്ദരിയായ ഭാര്യയുണ്ട്. പുള്ളിക്ക് അതൊന്നും പറ്റത്തില്ല. പറ്റാതിരിക്കാൻ വേണ്ടി 5 അപ്സരസുകൾ അവിടെ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാ കുഴപ്പം അവരാണ് ഉണ്ടാക്കിയത് കേട്ടാ. ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളാരും കേൾക്കേണ്ട കേട്ടാ ഇത്. ഞാൻ അവിടെ ചെന്ന് പറയാനും വേണ്ട. ഏറ്റവും നല്ല സുന്ദരിയായ ഭാര്യയുണ്ട്. കുമാരനാശൻ പറയുന്നുണ്ടല്ല, വിശപ്പിനു വിഭവങ്ങൾ മതിവരെ ഭുജിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാണ്ടിൽ കൊതിയാമാർക്കും. ആവശ്യമില്ലാത്ത ഭക്ഷണത്തിലൊന്നും നോക്കരുത്. ഇത് ഇന്ദ്രാണി എന്ന് പറഞ്ഞ ഒരു സുന്ദരിയായ ഭാര്യയുണ്ട്. ഇത് കൂടാതെ 5 അപ്സരസുകളുണ്ട്. ഈ ഇന്ദ്രൻ ഇതൊന്നും പറ്റാതെ ഇരുന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്ത്, ഗൗതമൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഋഷിയുടെ ഭാര്യനെ മോഹിച്ച്, അഹല്യനെ മോഹിച്ചിട്ട് ഇദ്ദേഹത്തിന് ദേവലോകത്ത് സമാധാനം കിട്ടാനായിട്ട് അദ്ദേഹം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്ത്, കോഴിയുടെ ശബ്ദത്തിൽ ഒരു അത് ടൈം പീസും ക്ലോക്ക് ഒന്നുമില്ല. ഈ മഹർഷി അവിടെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ കൃത്യം 3 മണിക്ക് എഴുന്നേറ്റ് പോയി ഗംഗയിൽ പോയി കുളിക്കണം. അത് മഹർഷിമാരുടെ ജീവിത രീതിയാണ്. ഇങ്ങനെ അവിടെ പാത്തു നിന്നിട്ട് പൊപ്പരപ്പോന്ന് പോയി. അപ്പൊ തന്നെ ടൈം പീസ് അലാറം കേട്ട് പുള്ളി എഴുന്നേറ്റ് പോയി അവിടെ ചെന്ന് ഗംഗാദേവതി എന്ന് നോക്കിക്കഴിഞ്ഞപ്പോ ഗംഗ എഴുന്നേറ്റിട്ടില്ല. നമുക്കറിയാൻ സാധിക്കും, ചില പ്രത്യേക സമയത്ത് ചെന്നാൽ നിങ്ങളുടെ നാട്ടിലുള്ള നദിയും സൈലന്റ് ആയിരിക്കും. അതൊരു പ്രത്യേക യാമമാണ്. അങ്ങനെ നോക്കിയപ്പോ ഗംഗ എഴുന്നേറ്റിട്ടില്ല. അപ്പൊ തന്നെ പുള്ളി ലാപ്ടോപ്പ് എടുത്ത് അടിച്ചു നോക്കി, ഏട്ടാ കേമ ഇവർ തിരിച്ചുകൂടെ വന്നു കഴിഞ്ഞപ്പോ ഇവരെ കണ്ടുപിടിച്ച്. അപ്പൊ നിങ്ങൾ രാമായണം വായിക്കുമ്പോ അറിയാം,
എടാ കരുതേ, അല്ലെങ്കിൽ എന്റെ ഭാഷ ഏറ്റവും മോശപ്പെട്ടവനെ നീ ആരാടാ? എന്റെ ഒരു വേഷം ധരിച്ച് ഇദ്ദേഹത്തിന്റെ വേഷം ധരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിരിക്കുന്നു. നീ ആരാണെന്ന് ഇപ്പൊ പറഞ്ഞോളാം, പറഞ്ഞില്ലെന്ന് ഞാൻ ഇപ്പൊ തന്നെ ശപിച്ച് നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്റെ ഒരു മഹർഷേ, ഞാൻ ഇന്ദ്രനാണ്, എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ്. നമ്മൾ നാമം ചെല്ലുമ്പപ്പെട്ടതോടെ അമ്മൂമ്മമാര് പ്രാർത്ഥിക്കുമായിരുന്നു, ഇന്ദ്രനും മണ്ഡലഹല്യെ പ്രാപിച്ചിട്ട് ഇന്ദ്രിയ ക്ഷോഭ തീർത്തുകൊണ്ടില്ലേ. എന്റെ അമ്മൂമ്മയൊക്കെ ചില ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടെ ചെല്ലുമെന്ന് എനിക്കറിയത്തില്ല, പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ദ്രനും പണ്ട് അഹല്യയെ പ്രാപിച്ചിട്ട് ഇന്ദ്രിയക്ഷോഭ തീർത്തുകൊണ്ടില്ലയോ എന്ന് വിളക്ക് കത്തിച്ചു പ്രാർത്ഥിക്കും. അപ്പോ ആ ഇന്ദ്രനെ പിടിച്ചു. അദ്ദേഹം ക്ഷമ തന്നെ എന്ന് പറഞ്ഞു, നിനക്ക് ഈ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു അവയവം ഉണ്ടായിട്ടല്ലേ നിനക്ക് കുഴപ്പമുള്ളത്, നീ സഹസ്രഭവനായി ഭവിക്കാം. 1000 ഈ പറഞ്ഞ പ്രത്യുൽപാദന ഇന്ദ്രിയങ്ങൾ ഉള്ളവനായിട്ട് നേരിടുന്ന ശാപം കിട്ടിയിട്ട് ഇവന് പുറത്തിറങ്ങാൻ പറ്റുക. ഈ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ അയാളായിരുന്നു ആദ്യത്തെ മോണോ ആക്ടുകാരൻ. രണ്ടാമത്തെ മോണോ ആക്ടുകാരനുണ്ട്. ആരാണ്? സ്ത്രീയുടെ വാക്ക് കേട്ട് വില്ലും കൊലച്ചിട്ട് സ്വർണ്ണമാലിനെ പിടിക്കാൻ പോയ സാക്ഷാൽ മര്യാദാ പുരുഷോത്തരമായിട്ടുള്ള ശ്രീരാമൻ അവിടെ കിടന്നിട്ട് മാരീജൻ ആദ്യത്തെ മോണോ ആക്ട് എടുത്തായിരുന്നു. രാമന്റെ ശബ്ദത്തിൽ കരഞ്ഞ് ഹാഹാ ലക്ഷ്മണ രക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോ തന്നെ സീത പറഞ്ഞു, ഇതേ കേട്ടോ, ചേട്ടൻ എന്തോ ആപത്ത് പിടിച്ചിട്ടുണ്ട്, ഓടി ചെല്ലാൻ. ഈ ലക്ഷ്മണനിൽ നിന്ന് ചിരിച്ച് എന്താണെന്നറിയോ? എല്ലാ പെണ്ണുങ്ങളുടെയും ജോലി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കല്യാണം കഴിക്കുന്ന പ്രായം എന്ന് പറഞ്ഞൊരു 10, 26, 27, 28 വയസ്സായിരിക്കും. ഈ 28 വയസ്സിൽ ആദ്യം 2-3 മാസമായിട്ടേ ഇവനുമായിട്ട് പരിചയമുള്ളൂ. ഇനി ഇവള് പറഞ്ഞു ഇനി മലയാളത്തിൽ പഠിക്കാൻ ഒന്നുമില്ല, ചേട്ടനെ കുറിച്ച് എല്ലാ കാര്യവും പഠിച്ചു നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. ഈ അമ്മ ഇരുന്ന് അത്ഭുതപ്പെടുകയാണ്, ഇവനെ പാല് കൊടുത്ത് വളർത്തി വലുതാക്കി എനിക്കില്ലാത്ത അറിവാണ് ഇവക്കുള്ളത്. ഇല്ലേ പെണ്ണുങ്ങള് എല്ലാ കാര്യവും അറിയാമെന്നാണ് പറയുന്നത്. ഈ സീതക്ക് ഈ ഒരു അഹംഭാവം ഉണ്ടായിരുന്നു, രാമനെ കുറിച്ച് എല്ലാം അറിഞ്ഞു. രാമൻ ഇങ്ങനെ കാറ് കയറുന്ന ലക്ഷ്മണൻ അറിയായിരുന്നു. അതുകൊണ്ടാണ് ലക്ഷ്മണൻ ചിരിച്ചത്. ജ്യേഷ്ഠത്തിലെ ഈ വിലാപം കണ്ട്. അപ്പൊ ചേച്ചി പറഞ്ഞത് പരുഷമായ മൊഴികൾ പറഞ്ഞു. ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങൾ പറയുന്നത് എന്ത് പറഞ്ഞു? നീ വന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നിന്റെ ആഗ്രഹം നടക്കേല കേട്ടാ, നിന്റെ ആഗ്രഹം നടക്കേല. ചേട്ടനില്ലെങ്കിൽ ആ നിമിഷം ഞാൻ സൂസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പുള്ളി ചെവി പൊത്തി നമ്മൾക്ക് എല്ലാവർക്കും ഒന്ന് ലൈൻ ഇട്ട് കൊടുത്ത്, ആ ലൈൻ എല്ലാവരും കാത്തു വെച്ചോളാം കേട്ടാ. ഈ ലൈൻ കാത്തു വെക്കണമെന്ന് പറഞ്ഞ് ലൈൻ പൊട്ടിക്കാൻ പറ്റുന്നത് ആരാണ്? രാവണനാണ് വന്നത്. രാവണൻ ഏത് രൂപത്തിലാണ് വന്നത്? അല്ല, മാരീജനായിട്ട് വന്നത് മറ്റേ മാനാണല്ലോ. രാവണൻ വന്ന ആരായിട്ടാണ് വന്നത്? ഒരു മഹർഷിയായിട്ടാണ് വന്നത്. കാഷായം ധരിക്കുന്നവരെയും പുരോഹിതന്മാരെയൊന്നും വരക്ക് പുറത്തോട്ട് കയറ്റരുത്. വാൽമീകിക്ക് വട്ടായിട്ടല്ല എഴുതി വെച്ചിരിക്കുന്നത്. ഈ എല്ലാവരെയും നിർത്തേണ്ട അടുത്ത് നിർത്തിക്കൊള്ളാം. പണ്ടേ ഈ കൈലാസത്തിൽ നിന്നൊരു മെസ്സേജ് കൊടുക്കാനായിട്ട് വിഷ്ണുവിന്റെ ലോകത്തുനിന്ന് ഗരുഡൻ പറന്ന് അവിടെ ചെന്ന്. ഗരുഡൻ പറന്ന് ചെന്ന് കഴിഞ്ഞപ്പോ കഥയാണ് കേട്ടോ, ചോദ്യമൊന്നുമില്ല. നമ്മുടെ ഭഗവാൻ കൈലാസനാഥനായിട്ടുള്ള മഹാദേവൻ കുളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ കഴുത്തൊക്കെ പാമ്പിനെ വെച്ചിട്ട് കുളിക്കാൻ പറ്റുമോ? പാമ്പ് അവിടെ ഇറങ്ങിയിട്ട് കല്ലേലിരിക്കുകയാണ്. ആ കല്ലേ തന്നെ വന്നാണ് ഗരുഡൻ പറന്നിരുന്നപ്പോ പാമ്പിനൊരു സന്തോഷം ഗരുഡനെ കണ്ടപ്പോ. എന്തൊക്കെയുണ്ട് ഗരുഡ ചങ്ക വിശേഷം എന്ന് ചോദിച്ചു. ഗരുഡൻ ചിരിച്ചിട്ടും പറഞ്ഞ് എല്ലാരും ഇരിക്കേണ്ട എടുത്തിരുന്ന സുഖമാണെന്ന് പറഞ്ഞു. കാര്യം ഈ പാമ്പിന്റെ പിടിത്തമാണ് ഗരുഡന്റെ ജോലി. ശിവന്റെ കഴുത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ പാമ്പിനെ എടുത്തിട്ട് പോകാത്തത്. ഇത് നമുക്കും ബാധകമാണ്. എല്ലാവരും എവിടെ ഇരിക്കണം? നമ്മള് ഇരിക്കേണ്ട അടുത്തിരുന്നോണം. മനസ്സിലായോ? ഭർത്താവ് ഒരു പ്രാവശ്യം നിങ്ങളെ ഫോണിൽ വിളിക്കുള്ളൂ. അയാൾക്ക് വിളിക്കാൻ നിങ്ങൾ ഇഷ്ടയില്ലാത്തതല്ല. തന്നതില്ല പരൻ ഉള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായ ഈശ്വരനുണ്ടാ. നിങ്ങളെ 100 പ്രാവശ്യം വിളിക്കണമെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൊണ്ടല്ലത്, നിങ്ങളെ ചതിക്കാനാണ്. മനസ്സിലായോ? ചതിക്കുഴികളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പൊ പഴിച്ചു പോണത്? അച്ഛന്മാര് കേട്ടോ, എന്താ കുഞ്ഞുങ്ങൾ പഴിച്ചു പോണത്? എംബ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. നിങ്ങൾ വീട്ടിൽ നേരെ ചെല്ലണം. അവന്മാര് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളുടെ ചെരിപ്പാണ് അവരിട്ടുണ്ടാണ് വള്ളത്തെ കയറി നടക്കണ പോലെ അത് വിട്ടു വരും. അച്ഛന്റെ ഷേപ്പ് ഷർട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ അമ്മയുടെ നെയ്റ്റി പോലെ അതും വലിച്ചിട്ട് വരും. നിങ്ങളുടെ സ്വഭാവം അവര് എടുത്തിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് അച്ഛനും അമ്മയും തമ്മിൽ മക്കളും ഉപയോഗിച്ച് അസഭ്യങ്ങൾ പറയരുത്, ഇടിപിടിക്കരുത്. അച്ഛനമ്മയെ സ്നേഹിക്കണം. നമ്മുടെ കുടുംബത്തിൽ ഇല്ലാത്തതാണ്. നമ്മുടെ അപ്പൂപ്പൻ പണ്ടെങ്ങാണ്ട് അമ്മമ്മ പറയല്ലേ, ഇനി എന്റെ 7ാമത്തെ മകൻ തങ്കപ്പൻ ജനിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ മൂപ്പലയുടെ മുഖം നേരെ ചോദ്യം കേട്ടോന്ന്. കഥക്കം വെറുതെ പറഞ്ഞതാണ്. 7ാമത്തെ മകന് തങ്കപ്പൻ ജനിച്ചു കഴിഞ്ഞിട്ടാണ് മൂപ്പലയുടെ മുഖം ഞാൻ നേരെ ചോദ്യം കണ്ടതല്ലേ. എന്തൊക്കെ വർത്താനമാണ്! ഇതൊന്നും അല്ല ജീവിതം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യനെ ചേർത്ത് നിർത്തണമെന്നേ. എന്തിനാ നിങ്ങൾ കാണിക്കണത്? നിങ്ങളുടെ ഭാര്യയെ ചേർത്ത് നിർത്തണം. നിങ്ങൾ
ഉമ്മ കൊടുക്കണമെന്നേ. എന്താ കൊടുക്കാൻ പറ്റാത്തത്? നമ്മളിന്റെ അടുത്ത വീട്ടിലെ ചേട്ടത്തിക്ക് ഉമ്മ കൊടുക്കാൻ പറ്റുക? മക്കള് കാണട്ടെന്നേ, അച്ഛനും അമ്മയും. നമ്മളെല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണ്ടേ? മകന്റെ മുഖത്ത് നോക്കിയിട്ട് അവന്റെ ദുഃഖങ്ങളുണ്ടെന്ന് അച്ഛൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തെന്ന് ചോദിച്ചു നോക്കി. ഒന്ന് ഉമ്മ കൊടുത്തിട്ട് എന്താ മോനെ നിനക്ക് പ്രശ്നം വന്നാന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഒന്ന് കൊതറും, ഇവിടെ ഇന്നലെ ഒരു അച്ഛന് നല്ല കുഴപ്പം പിടിച്ച. കാര്യം അമ്മയാണ് വീട്ടിലെ വക്കീല്. മൈ കക്ഷിക്കാരനീസിനോട്ടെ കുറ്റക്കാരൻ, പെർഫെക്റ്റ് മര്യാദക്കാരൻ എന്ന് പറഞ്ഞ് അമ്മ ഒരു അച്ഛൻ്റെ എടുക്കലായിട്ട്. അപ്പൊ അച്ഛൻ ചില്ലക്ഷരങ്ങളൊക്കെ പോയി അമ്മേനെ ഓടിക്കും അല്ലേ? അത് പറ്റത്തില്ല. മൈ കക്ഷിക്കാരനീസിനോട്ടെ കുറ്റക്കാരനല്ല, പെർഫെക്റ്റ് മര്യാദക്കാരനാണെന്ന് മകനെ കുറിച്ച് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്നാൽ അവൻ ആശുപത്രി കൊണ്ടുപോലല്ലെങ്കിൽ അവന് ചേർത്ത് നിർത്തണം. അപ്പൊ അതുകൊണ്ട് അമ്മമാർക്ക് മകളുടെ മുഖത്ത് നോക്കിയുള്ള അവിടെ ദുഃഖങ്ങൾ തിരിച്ചറിയാൻ പറ്റണം. നല്ല സഖിയായിരിക്കണം. പണ്ട് സീതാദേവിയെ ശ്രീരാമചന്ദ്രൻ വിവാഹം കഴിച്ച് പോകാൻ നേരത്തെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ള നല്ലൊരു ഉപദേശം സീതാദേവിയുടെ അമ്മയായിട്ടുള്ള ജനക മഹാരാജാവിന്റെ ഭാര്യ പറഞ്ഞു കൊടുത്തു. എന്താണെന്ന് അറിയാവോ? നമ്മുടെ പെണ്ണുങ്ങൾ ഇടിമേടിക്കുന്നതിന് മുഖ്യമായൊരു കാര്യമാണ് പുള്ളിക്കാരത്ത് പറഞ്ഞു കൊടുത്തത്. ഇല്ലെന്നുള്ള മൊഴി പറഞ്ഞിടല്ലേ വല്ലതും അവൻ ചോദിക്കുന്ന നേരത്ത്. ആ നമ്മുടെ പെണ്ണുങ്ങളുടെ ജോലി ഇല്ലെന്നുള്ള കാര്യം പറയാൻ ഡോക്ടറേറ്റ് എടുത്തിട്ട് നിൽക്കുകയാണ്. ഇവൻ 9 മണിക്ക് ജോലിക്ക് പോകേണ്ട അവൻ 8:30 വരെ കിടന്നുറങ്ങും. 8:30 കിടന്നുറങ്ങിയിട്ട് 8:30 ചാടി എഴുന്നേറ്റിട്ട് ഭയങ്കര ധൃതിയായിരിക്കും. ബട്ടൺ സെറ്റ് ഇടും, തേച്ച് മൊത്തം പ്രശ്നമായിരിക്കും 1/2 മണിക്കൂർ. ആ പോണതിന്റെ എളുപ്പത്തിൽ ഇവൻ ചോദിക്കും, അരിയുണ്ടോ? ഇവൾ ഉടനെ നെഗറ്റീവ് പറയും. എന്ത് പറയും? അത് ഇന്നലെ തീർന്നു. ഇത് കേൾക്കണവന് ഇഷ്ടമല്ല. ബാക്കിയുള്ള സാധനം എന്റെ മനുഷ്യ എനിക്ക് അത്ഭുതമൊന്നും ചെയ്യാൻ, ഇതൊക്കെ ഇവിടെ തീർന്നു, ഇവിടെ ഒന്നുമില്ലെന്ന് പറയും. പിന്നെ ചില്ലക്ഷരങ്ങളാണ് അവൻ മുഴുവൻ പറയുന്നത്. നിങ്ങൾ നയത്തി പറയണം. എന്ത് പറയണം? അരി ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറയുമ്പോൾ ആദ്യത്തെ സമാധാനമായിട്ട് കിട്ടി. പക്ഷെ ഇന്നത്തൊക്കെ തികയല്ലെന്ന്. അപ്പൊ ഇല്ലെന്നായില്ലേ? ഇതാണ് ശ്രീരാമചന്ദ്രന്റെ ഭാര്യയായിട്ടുള്ള സീതയുടെ അമ്മ. ഇല്ലെന്നുള്ള മൊഴി പറഞ്ഞിടല്ലേ വല്ലതും എന്ന് പറഞ്ഞാൽ A to Z ആണ് കേട്ടാ. അവൻ ചോദിക്കുന്ന നേരത്ത് നല്ല വാക്കല്ലാതൊന്നും പറയല്ലേ രാമനെ ഹരിരാമ ഹരേ ജയ. രാമൻ ചോദിക്കുമ്പോഴേ ആ രാമനെയാണ് മര്യാദ പുരുഷോത്തമനായിട്ട് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആ രാമനെ കൊണ്ട് ശംഭുകനെ കൊണ്ടിരിച്ചെന്ന് കള്ളക്കഥ പറയിപ്പിക്കില്ല ഇവിടെ. കാര്യം എന്താണ്? ഞാൻ പറഞ്ഞെടുത്തോട്ട് ഇപ്പോഴാണ് വീണ്ടും നിങ്ങൾ ഓർക്കുന്നത്. അതായത് ത്രേതായുഗത്തിലാണ് ശ്രീരാമചന്ദ്രൻ ജനിക്കുന്നത്, ദ്വാപരയുഗത്തിലാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ദ്വാപരയുഗത്തിലാണ് വർണ്ണാശ്രമങ്ങൾ 4 ഉള്ളത്. ഏത്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഈ 4 വർണ്ണങ്ങള് ഉള്ളത് കൃഷ്ണന്റെ കാലത്താണ്. രാമന്റെ കാലത്ത് ഇതില്ല. അപ്പൊ ഇവര് പറഞ്ഞു പഠിപ്പിക്കുന്ന രാമന്റെ കാലത്ത് ശംഭുകനായ ശൂദ്രനെ കൊല്ലിച്ചെന്ന് പറയുമ്പോൾ അതിന് കള്ളത്രയില്ലേ? കാര്യം ശ്രീരാമചന്ദ്രൻ ആദ്യത്തെ ബ്രഹ്മതത്വം ഉപദേശിച്ചു കൊടുക്കുന്ന ആർക്കാണ്? ഒരു കൊരങ്ങനാണ്. ആർക്കാണ്? കൊരങ്ങനാരാണ്? ഈ ഇരിക്കുന്ന ഹനുമാൻ സ്വാമിക്കാണ് കൊടുക്കുന്നത്. ഒരു കൊരങ്ങനേക്കാളും എത്ര ശ്രേഷ്ഠനാണ് മനുഷ്യൻ അല്ലേ? അദ്ദേഹം ഏറ്റവും ചെറിയ ജീവിയായിട്ടുള്ള, നമുക്കറിയാം, അണ്ണാറക്കണ്ണനെ മടിയിലിരുത്തി തലോടിക്കണ്ട് അണ്ണാറക്കണ്ണൻ ഒരു അനുഗ്രഹം കൊടുത്തില്ലേ? അപ്പോ ഈ ശ്രീരാമചന്ദ്രൻ എന്റെ പ്രത്യേകത എന്താണ്? ശ്രീരാമചന്ദ്രന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പുരുഷാകാരം കൊണ്ട മര്യാദ പുരുഷോത്തമനാണ് ശ്രീരാമചന്ദ്രൻ. ആ ചരിത്രങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാതെ കൊണ്ട് നമ്മുടെ ശ്രീരാമചന്ദ്രന്റെ കാലഘട്ടത്തിൽ വാൽമീകി അവതരിപ്പിച്ചാണ് ജ്യേഷ്ഠത്തി അമ്മയെന്ന് വിളിക്കാനുള്ള പാരമ്പര്യം. ജ്യേഷ്ഠത്തി അമ്മയെന്ന് വിളി, അധികാര കൊതിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള പാരമ്പര്യം, ബഹുജനങ്ങളോടുള്ള പാരമ്പര്യം, ഈ ഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളെയും പ്രണയിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന അദ്ദേഹം. ഏത് മൃഗത്തിലെയാണ് ശ്രീരാമചന്ദ്രൻ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇഷ്ടപ്പെടാഞ്ഞത്? ശബരി എന്ന് പറയുന്ന ആ സ്ത്രീ മരണവും കാത്ത് കിടക്കുമ്പോ ആ ശബരി കണ്ണു കാണാൻ പാടില്ല. ശ്രീരാമചന്ദ്രൻ ശബരി ആശ്രമ പ്രവേശത്തിൽ ചെല്ലുമ്പോ ശബരിക്ക് കണ്ണു കാണാൻ പാടില്ലാത്ത ഉതിർന്നു വീണ പഴങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ കൂടെ ഈന്തായൊക്കെ ഒഴുകുകയാണ് ശബരിയുടെ. ഓർത്തോണം, ഭഗവാനോടുള്ള സ്നേഹം കാരണം അത് വായിലിട്ടിട്ട് ചവച്ച് രുചിച്ച് നോക്കിയിട്ട് അത് വായിൽ നിന്ന് എടുത്ത് ഭഗവാന്റെ വായിൽ വെച്ച് കൊടുക്കുമ്പോ അമൃത് പോലെ ഭഗവാൻ വാങ്ങിച്ചു കഴിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ലക്ഷ്മണൻ തുപ്പുകയാണ്. ലക്ഷ്മണൻ ആരാണ്? രാജാവിന്റെ മകനാണ്, ചക്രവർത്തിയുടെ മകനാണ്, ദശരഥ മഹാരാജന്റെ മകനാണ്. തുപ്പുമ്പോ 2ാമത്തെ ലക്ഷ്മണോപദേശം കൊടുത്ത് രാമൻ ലക്ഷ്മണന് ഭക്തനാരാണെന്നുള്ളത് മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ഭഗവാൻ വൃത്തിഹീനമായ ചുറ്റുപാടിൽ വെണ്ടുകീറിയ കാലും വേർത്തെടുത്ത ശരീരവുമായിട്ട് വന്ന ഈ ഇരിക്കുന്ന കുചേലന്റെ പാദം കഴുകിയിട്ട് അത് കുറച്ച് കുടിച്ചു. ബാക്കിയുള്ള എല്ലാം കൊട്ടാരത്തിലുള്ള സ്ത്രീജനങ്ങളുടെ മുഖത്ത് തളിച്ച്. എന്തിനാണ്? അതാണ് ഭക്തൻ, ഭഗവാനും. ആ ഭഗവാനും ഭക്തനും ഉള്ളിടത്ത് ഈ ബ്രാഹ്മണ്യം പൂകെട്ടാൻ പോലും നമ്മൾ അടുപ്പിക്കൽ ഇവനെയൊക്കെ നമ്മൾ വിശ്വസിക്കണം. ഇതിന്റെ അവസാനം എന്താണ്? കൂടൽമാണിക്യം ക്ഷേത്രത്തില് ഒരു കഴകക്കാരനായിട്ട് പോലും ഇവിടുത്തെ ഒരു
ഈച്ചയെ അകത്ത് കയറ്റിയാലും ഈഴവനകത്ത് കയറ്റിയാലും എന്ന് പറയുന്നത് മാന്യന്മാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ആശാൻ പറഞ്ഞെടുത്തോട്ട് തന്നെ എന്ത് പറയണം? മാറ്റുവിൻ ചട്ടങ്ങളെ, ഈ നിയമങ്ങളെ, അല്ലെങ്കിൽ മാറ്റുമതി നിങ്ങളെത്താൻ. നമ്മളിപ്പോ ഈ മെയ് മാസം 2-ാം തീയതി SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഇവിടെ ആഹ്വാനം തന്നിട്ടുണ്ട്. ശിവഗിരി മഠവും പറഞ്ഞിട്ടുണ്ട്, പൊതുക്ഷേത്രങ്ങളില്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളില് മേൽവസ്ത്രം അണിഞ്ഞ് നമ്മൾ കയറും. ഈ മെയ് മാസം 2-ാം തീയതി ഈ 103 ശാഖയിലുള്ള എല്ലാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും അതിന് തുടക്കമെന്നുള്ളത് 1000-ഓളം ആളുകള് ഈ മെയ് മാസം 2-ാം തീയതി തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിന്റെ മുന്നിൽ തടിച്ചു കൂടിയിട്ട് നമ്മളെ അമ്പലത്തിൽ മേൽവസ്ത്രത്തിന്റെ കയറും. ഒരു തർക്കവും ഇല്ല. കാരണം ആനയടഞ്ഞു വന്നു കഴിഞ്ഞാൽ ഓടാത്തവന്റെ പിന്മുറക്കാരാണ് ഈഴവൻ. നമ്മളെ ഈ ഉമ്മാക്കിയൊന്നും കാണിച്ച് പേടിക്കണ്ട. ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും രക്തസാക്ഷി മണ്ഡലങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ജാതി തിരക്കി കഴിഞ്ഞാൽ അവൻ ഈഴവന്റെ മക്കളാണ്, ഓർത്തോണം. അങ്ങനെ സ്വന്തം സമുദായത്തിന് വേണ്ടിയിട്ട് അവൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറാണെങ്കിൽ, താൻ വിശ്വസിക്കുന്ന സമുദായത്തിന് വേണ്ടി തന്റെ ആത്മാഭിമാനത്തിന് പോകുമെങ്കിൽ നമ്മൾ മരിക്കാനും തയ്യാറാണ്. കാര്യം എന്താണ്? ഇവിടെ 1936 ക്ഷേത്രപ്രവേശനം വിളംബരപ്പെടുത്തു കഴിഞ്ഞപ്പോഴേ പല ക്ഷേത്രങ്ങളിലും തന്ത്രിമാർ തന്ത്രസ്ഥാനം ഉപേക്ഷിച്ചു പോയി കളഞ്ഞു. എന്താണ്? ഈ ഇവിടുത്തെ പിന്നോക്കം കാര്യം കയറും. ഇവിടെ ഭഗവാനൊന്നും ഇല്ലേ? ഇവര് പറയുന്ന കള്ളത്തരം നിങ്ങൾ കേട്ടോളണം. തന്ത്ര സമുച്ചയത്തിൽ പറയുന്നത് തന്ത്രിദേവന്റെ പിതാവാണെന്നാണ് പറയുന്നത്. ആ പിതാവായിരിക്കണം തന്ത്രി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദേവന് പിതാവില്ലേ? ഇവർ പറയും തന്ത്ര സമുച്ചയം വെച്ചെന്ന് പറയുമ്പോൾ പറയും തന്ത്രിദേവന്റെ പിതാവാണ്. ഇവിടെ ചാന്തിക്കാരനും കാണും, അദ്ദേഹം കേൾക്കട്ടെ. തന്ത്രിദേവന്റെ പിതാവാണ്, ഓക്കെ, സമ്മതിക്കും, നമുക്ക് വിഴമൊന്നുമില്ല. ആ ആള് 100 കൊല്ലത്തിനുള്ളിൽ ജീവിക്കില്ല, അയാൾ മരിച്ചു പോയിക്കില്ല, പിന്നെ ഈ ദേവന് പിതാവില്ലേ? അപ്പൊ അവർക്ക് ആവശ്യമുള്ള ആകെ 2-ാം അച്ഛനായിട്ട് എടുക്കും. അതിന് നിയമതടസ്സമൊന്നുമില്ല അല്ലേ? ഏതെങ്കിലും ഒരു മനയെ ചെന്നിട്ട് ഒരാളെ കൊണ്ടുവന്ന് അവിടുത്തെ തന്ത്രിയാക്കും, ഒരു കുഴപ്പമില്ല. അല്ലെ നമ്മളെ കയറ്റിയാലെന്നാണ് പറയുന്നത്, ഈച്ചനെ കയറ്റിയാലും ഈഴവനെ കയറ്റിയാലെന്നാണ് പറയുന്നത്. മനസ്സിലായേ? അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല. ഒരു മാറ്റവും ചുമ്മാതുണ്ടായതല്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഈ ഇരിക്കുന്ന വൈക്കത്തെ ഈഴവ ചെറുപ്പക്കാരെ വെട്ടിയും കുത്തിയും കൊന്ന കഥ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് നമ്മുടെ കുത്തുകൊണ്ട് എത്ര വേലിത്തമ്പി സ്വന്തമായിട്ടാണ് കുത്തിച്ചെത്തുന്നുള്ള കള്ളക്കഥ നിങ്ങളെ പറഞ്ഞു പറ്റും. നമ്മുടെ ആളുകളാണ് കുത്തിക്കൊന്ന അയാളാണ്. നമ്മുടെ ധീരന്മാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, ആൺപിള്ളേര്. അവര് പോയിട്ട് പണി കൊടുത്തതാണ്. അയാൾ ചുമ്മായത്തൊന്നുമില്ല. അത് പറയാൻ അവർക്ക് ഇച്ചിരി നാണോയ കാരണേ തന്നെ കുത്തിച്ചത്. അയാൾക്ക് തന്നെ കുത്തിച്ചാകാൻ അയാൾക്ക് ഭ്രാന്താണ്. ഇനി കത്തി കുഴിച്ചു വെച്ചിട്ട് കമന്ന് വീഴണമെന്ന് പറയുന്നത് ഭാഗ്യമായിപ്പോയി. അന്നത്തെ രീതി കേസ്. അപ്പൊ ഇങ്ങനെയൊക്കെ കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന് പറയല്ലേ? കൊടുത്താൽ കൊല്ലത്ത് നാമ്പിള്ളേരുണ്ടായിരുന്നു, അന്നേരം അവരൊന്ന് കൊന്നതാണ്. ഈ കഥ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ സിന്ദൂരമാണകൾ എന്നുള്ള കഥ പറഞ്ഞ് നിങ്ങളുടെ ആള് അവിടെ വരും. എന്റെ അപ്പന്റെ ചേട്ടനും ചത്തുപോയതാണ് അവിടെ കിടന്ന്, വെടികൊണ്ട് ചത്തുപോയി. അതുകൊണ്ട് ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ട് ചരിത്രത്തിന് വേണ്ടി ചരിത്രം എഴുതാൻ വേണ്ടി യഥാർത്ഥ ചരിത്രം എഴുതാനാണ് പ്രധാന ജനറൽ സെക്രട്ടറി പറഞ്ഞത്. സാമൂഹ്യമായ അസമത്വത്തിനും അനീതിക്കുമെതിരായിട്ട് നമ്മുടെ സമാരാധരായിട്ടുള്ള യോഗ ജനറൽ സെക്രട്ടറി എല്ലാ കാലത്തും നിർഭയനായിട്ട് നിരന്തരമായിട്ട് പോരടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആരെങ്കിലും വേണ്ടേ വിളിച്ചു പറയാനായിട്ട്? രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്ന കുട്ടിയുടെ മാനസികാവസ്ഥയാണ് ജനറൽ സെക്രട്ടറിക്കുള്ളത്. രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിയില്ലാത്തവനായി പോകുമെന്ന് പറഞ്ഞ കാരണം രാജാവ് തുണിയില്ലാതെ നടക്കുകയാണ്. ചക്കും ചക്രവും കെട്ടയും പറ്റുമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, കാര്യം ഇത് പറഞ്ഞാൽ നമുക്ക് ബുദ്ധി പോകുമല്ല. അപ്പൊ എല്ലാവരും രാജാവ് ഇങ്ങനെ വന്ന് തെളിഞ്ഞു നിൽക്കുമ്പോൾ നന്നായി പ്രഭു, നന്നായി, ആഹാ എന്തൊരു ഭംഗി. ഇപ്പൊ രാജാവ് കൂടുതൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ലാസ്റ്റ് ഒരു കൊച്ചു വിളിച്ചു പറഞ്ഞെന്നല്ലേ പറയണത്, ഇങ്ങനെ തുണിയില്ലാതെ പോടെ, ഇതല്ലേ കഥ പറയണത്. ഇങ്ങനെ ഒന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞു പോയി. തുടങ്ങി എല്ലായിടത്തും വെള്ളാപ്പള്ളി വർഗീയ വിഷം ചുമത്തുന്നേ, വെള്ളാപ്പള്ളി ആഞ്ഞുകൊത്തുന്നേ. ഇത് ആരാണ് പറയുന്നത്? ഇവരുടെ കയ്യിലിരിപ്പോലെ അറിയാവോ? നമ്മുടെ ഏതെങ്കിലും പെണ്ണുങ്ങള് നമ്മുടെ രാജ്യത്തിന് നന്നാകാനായിട്ട് നമ്മൾ ചോറ് നിന്നിട്ട് ഗൾഫിൽ നിന്നൊക്കെ വല്ലതും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ചോറിന് പകരം സ്വർണം നിന്നിട്ടും വന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാ? നമ്മൾ ടോയ്ലറ്റ് ഇപ്പൊ പല ആളുകളെ നിങ്ങൾ കാണുന്നില്ലേ? ടോയ്ലറ്റിൽ പോയിട്ട് സാധാരണ രീതിയിൽ നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ സ്വർണ്ണോട് എടുത്തിട്ട് വരുന്നത് ഇപ്പൊ മൊബൈലിൽ കാണിച്ചു തരികയാണ്. എത്ര പേരെ കാണിക്കുന്നുണ്ടല്ലേ? നമ്മള് ഈ കാനനച്ചോലയിൽ നമ്മൾ ആട് മേക്കാൻ പോകണ്ടാവല്ലോ. കാനനച്ചോലയിലാടുമയ്ക്കാൻ ഞാനും വരട്ടയോ സിറിയയിലോട്ട് നിന്റെ കൂടെ. നമ്മൾ പോകണ്ട. ഈ ആട് മേക്കാൻ പോയതാരാണ്? അപ്പൊ ഇതൊക്കെ അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ വർഗീയ വിഷം ചുറ്റുന്നത്. നമ്മുടെ ഗുരു പറഞ്ഞിരിക്കുന്ന ഏതാണ്? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞല്ലേ? വേറെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഏത് മതത്തിൽ നീ വിശ്വസിച്ചാൽ നീ നന്നായാൽ മതി എന്ന് പറഞ്ഞു.
നമ്മുടെ ഗുരു പറഞ്ഞു എന്റെ മതത്തിലൂടെ മാത്രമേ നിനക്ക് മോക്ഷമുള്ളെന്ന് നമ്മുടെ ഗുരു പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നിലൂടെ അല്ലാതെ കണ്ട് എന്റെ ദൈവത്തിലേക്ക് എത്താൻ പറ്റിയൊന്നും വേണ്ടില്ല. എന്നെ വിശ്വസിക്കാത്ത ആളുകൾ മുഴുവൻ കാപറിങ്ങളാണെന്ന് നമ്മളാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പല മതസാരവും ഏകം എന്ന് പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കൊണ്ട് അലയാതെ അമർന്നു വീണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഈ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം.